നമുക്ക് ഇന്ന് കുറച്ച് പ്രോബ്ലംസ് ആയിരിക്കും ചെയ്യുക. ജസ്റ്റ് ബയോട്ട് സവാർട്സ് ലോ ആണ് നമുക്ക് അടുത്ത സിലബസിൽ ടോപ്പിക്ക് തുടങ്ങാനുള്ളത്. പ്രോബബ്ലി അത് നമ്മൾ അടുത്ത ക്ലാസ്സിലായിരിക്കും സ്റ്റാർട്ട് ചെയ്യാം. അതിന് മുമ്പ് ഒന്ന് രണ്ട് ഹിസ്റ്റോറിക്കലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇലക്ട്രോഡൈനാമിക്സ് വെച്ചിട്ട് അല്ലെങ്കിൽ ബേസിക് മാഗ്നറ്റോസ്റ്റാറ്റിക്സും ഇലക്ട്രോസ്റ്റാറ്റിക്സും വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാവുന്ന ഒന്ന് രണ്ട് എക്സ്പെരിമെൻറ്റ്സിനെ കുറിച്ചും പിന്നീട് അല്ലാതെ കുറച്ച് പ്രോബ്ലംസാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ ഒരു പർട്ടിക്കുലർ പ്രോബ്ലമാണിത്, ഗ്രിഫിത്തിൽ 5.1. അപ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യൻ ഒന്ന് നോട്ട് ചെയ്തോ. എ പാർട്ടിക്കിൾ ഓഫ് ചാർജ് Q enters a region of uniform magnetic field B pointing into the page. The field deflects the particle a distance d above the original line of light as shown in the figure. Is the charge positive or negative? In terms of A, D, B and Q, find the momentum of the particle. ഓക്കെ, ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഫിഗർ തന്നിട്ടുണ്ട്. പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: ഒരു പാർട്ടിക്കിൾ ഉണ്ട്, ആ പാർട്ടിക്കിൾ ഓഫ് ചാർജ് Q ഒരു സ്പെസിഫൈഡ് ഡയറക്ഷനിൽ വരുന്നു. ആ വരുന്ന ഡയറക്ഷനിൽ ഒരു ഗിവൺ റീജിയണിൽ അല്ലെങ്കിൽ എ വിഡ്ത്തുള്ള ഒരു റീജിയണിൽ വരുമ്പോൾ മാത്രമാണ് അതിനകത്ത് നമ്മൾ എന്ത് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ റീജിയണിൽ മാത്രമാണ് മാഗ്നറ്റിക് ഫീൽഡ് ഉള്ളത്. ആൻഡ് ആ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ പറയുന്നത് എന്താണ്? പോയിൻറ്റിങ് ഇൻ ടു ദ പേജ്. ഓക്കെ, ഞാൻ ആ ഫിഗറിനെ ഒന്ന് ഇങ്ങോട്ട് മാറ്റി വയ്ക്കാം എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, സോ ഇറ്റ് ഈസ് ഇൻ ടു ദ പേജ്. ഓക്കെ, അപ്പോൾ ഇൻ ടു ദ പേജ് ആകുമ്പോൾ നമുക്ക് ഇങ്ങനെ വരയ്ക്കാൻ പറ്റും. സോ ഇറ്റ് ഈസ് ഇൻ ടു ദ പേജ്. ഇനി എന്ത് സംഭവിക്കുന്നു? ഫീൽഡ് ആക്ട് ചെയ്യുന്ന റീജിയൻ എന്ന് പറഞ്ഞാൽ ഈ എ വിഡ്ത്തുള്ള റീജിയണിലാണ്. ദെൻ ബാക്കി പറയുന്നത് എന്താണ്? ദ ഫീൽഡ് ഡിഫ്ലെക്ട്സ് ദ പാർട്ടിക്കിൾ എ ഡിസ്റ്റൻസ് ഡി എബവ് ദ ഒറിജിനൽ ലൈൻ ഓഫ് ലൈറ്റ്. ഓക്കെ, അതായത് ഇത്രയും റീജിയണിൽ എ വിഡ്ത്തുള്ള റീജിയണിൽ മാഗ്നറ്റിക് ഫീൽഡ് ആക്ട് ചെയ്ത് കഴിയുമ്പോഴത്തേന് ആക്ച്വലി ഫീൽഡ് എന്ന് പറയുന്നത് ഇവിടെ അല്ല. ഓക്കെ, ഫീൽഡിൻ്റെ ഡയറക്ഷൻ ഇതാണ്, പക്ഷേ ഫീൽഡ് ഉള്ളത് എവിടെ മാത്രമാണ്? ഈ ഒരു റീജിയനകത്ത് മാത്രമാണ്. ഓക്കെ, എനിവേ ഇവിടെ ഫീൽഡ് ആക്ട് ചെയ്ത് കഴിയുമ്പോൾ ആ എ വിഡ്ത്തിലും ആക്ട് ചെയ്ത് കഴിയുമ്പം ഇതെന്ത് ചെയ്യുന്നു? ഈ ചാർജിന് ഒരു ഡിഫ്ലക്ഷൻ ഉണ്ടാകുന്നു. ആ ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത് ത്രൂ എ ഡിസ്റ്റൻസ് ഡി ആയിരിക്കും ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇവിടെ ഡി ഡിസ്റ്റൻസിൽ ഡിഫ്ലക്റ്റഡ് ആയിട്ട്, അതായത് ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇവിടുത്തെ ഈ ഇതാണ് ഡിഫ്ലക്ഷൻ. ഒറിജിനൽ ലൈൻ ഓഫ് ലൈറ്റിൽ നിന്ന് ഡി ആണ് അതിനുണ്ടായ ഡിഫ്ലക്ഷൻ. ഓക്കെ, ഇനി അങ്ങനെയാണെങ്കിൽ നമ്മുടെ ചോദ്യം, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഈസ് ദ ചാർജ് ഈസ് പോസിറ്റീവ് ഓർ നെഗറ്റീവ്? ഓക്കെ, ഈസ് ദ ചാർജ് ചാർജ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? ഓക്കെ, സോ നിങ്ങൾക്കിത് ഒന്നുകിൽ ഒന്ന് ഇമാജിൻ ചെയ്തിട്ട് പറയാൻ പറ്റും, ഇല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, നമുക്ക് ഒരു ആർബിട്രറി ഡയറക്ഷൻ, ഒരു XY Z ഡയറക്ഷൻ ഓരോന്നിനും കൊടുത്തിട്ട് അതുപയോഗിച്ച് വേണമെങ്കിലും കാൽക്കുലേറ്റ് ചെയ്യാം. ഏതാണോ നിങ്ങൾക്ക് എളുപ്പം അതങ്ങനെ ചെയ്യാം. ഓക്കെ, അപ്പം ജസ്റ്റ് നമുക്കൊന്ന് നോക്കാം. സോ ഹിയർ ഫിഗറിൽ നോക്കുക. ഇവിടെ നമുക്കറിയാം നമ്മുടെ ഇക്വേഷൻ അനുസരിച്ച് ഇക്വേഷൻ F ഈസ് ഈക്വൽ ടു Q ഇൻറ്റു V ക്രോസ് B ആണ്. അപ്പോൾ ആക്ച്വലി ഡയറക്ഷൻ തീരുമാനിക്കുന്നത് ബേസിക്കലി ഈ V ക്രോസ് B ആണ്. ദെൻ മൾട്ടിപ്ലൈഡ് ബൈ ദിസ് Q. V ക്രോസ് Bയുടെ ഡയറക്ഷൻ എന്തോ Q ആണെങ്കിൽ, ഇഫ് Q ഈസ് പോസിറ്റീവ്, Q പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ V ക്രോസ് Bയുടെ അതേ ഡയറക്ഷൻ തന്നെ ആയിരിക്കും. ഇഫ് Q ഈസ് നെഗറ്റീവ്, അതെന്തായിരിക്കും? V ക്രോസ് Bയുടെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയിരിക്കും. ഇപ്പം നമുക്കറിയാവുന്നത് എന്താണ്? V പോകുന്നത് റൈറ്റ് വേർഡാണ്. ഓക്കെ, V എന്ന് പറയുന്നത് റൈറ്റിലേക്ക് പോകുന്നു. ഓക്കെ, ദെൻ B എന്ന് പറയുന്നത് ഇൻ ടു ദ പേജ് ആണ്. ഓക്കെ, അപ്പോൾ ഇൻ ടു ദ പേജ് നിങ്ങൾ ഇമാജിൻ ചെയ്യണം, നമ്മളിത് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നേരത്തെ. അപ്പം B എന്ന് പറയുന്നത് ഇൻ ടു ദ പേജ് ആണ്. ദെൻ അടുത്തത് VI BI. നൗ വാട്ട് ഈസ് ദ ഡയറക്ഷൻ ഓഫ് V ക്രോസ് B? ഇതെങ്ങോട്ട് ഡിഫ്ലക്റ്റ് ചെയ്യണം? ഇഫ് ചാർജ് Q പോസിറ്റീവ് ആണെങ്കിൽ നമ്മൾ എന്ത് ആണെന്ന് അസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ V ക്രോസ് B എന്ന് പറയുന്നത് എങ്ങോട്ട് വരും? V ക്രോസ് B എന്ന് പറയുന്നത് ഇങ്ങോട്ട് വരും. സോ V ക്രോസ് B, നിങ്ങൾക്ക് അവിടെ ഒരു റൈറ്റ് ഹാൻഡ് റൂള് ജസ്റ്റ് അപ്ലൈ ചെയ്ത് നോക്കുക, ഗ്രിപ്പ് റൂള്. അത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? ഇറ്റ് വിൽ ബി എലോങ് ദിസ് ഡയറക്ഷൻ. അപ്വേർഡ് ഡയറക്ഷനിലായിരിക്കും V ക്രോസ് B ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് നോക്കുന്ന സമയത്ത് മനസ്സിലാവും ഈ ചാർജ് മൂവ് ചെയ്തിരിക്കുന്നത് എങ്ങോട്ടാണ്? ഇറ്റ് ഈസ് ടു ദ അപ്വേർഡ് ഡയറക്ഷൻ. മുകളിലേക്കാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ചാർജും ഡിഫ്ലക്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം?
ഇനി അഥവാ ക്യൂ നെഗറ്റീവ് ആണെങ്കിൽ, ഓക്കെ, ഇനി ഇമാജിൻ ചെയ്യുക, ഇഫ് ക്യൂ ഈസ് നെഗറ്റീവ്, ക്യൂ എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിരുന്നെങ്കിൽ ഇപ്പോൾ വി ക്രോസ് ബി എന്താണ്, അപ്വേർഡാണ്. അപ്പം ക്യൂ ഇൻറ്റു വി ക്രോസ് ബിക്കകത്ത് ക്യൂ നെഗറ്റീവ് ആയാൽ ഒരു മൈനസ് സൈനും കൂടെ വരും, അപ്പം ഡൗൺവേർഡ് ആയനെ. ഇഫ് ക്യൂ ഈസ് നെഗറ്റീവ് ഇത് താഴോട്ടായനെയും, ക്യൂ പോസിറ്റീവ് ആണെങ്കിൽ മാത്രമേ ഇതെന്ത് ചെയ്യുള്ളൂ, അപ്വേർഡ് ഡിഫ്ലക്റ്റ് ചെയ്തുള്ളൂ. അപ്പം നമ്മുടെ ക്വസ്റ്റ്യനിൽ ഇതെങ്ങോട്ടാണ് ഡിഫ്ലക്റ്റ് ചെയ്തിരിക്കുന്നത് അപ്വേർഡാണ്. ദാറ്റ് മീൻസ് ക്യൂ ഈസ് എ പോസിറ്റീവ് ചാർജ്. ഓക്കെ, ക്യൂ എന്താവണം, പോസിറ്റീവ് ചാർജ് ആയി. അപ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യൻ്റെ ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് ക്യൂ ഈസ് പോസിറ്റീവ് എന്ന് പറയുന്നതാണ് എൻ്റെ റൈറ്റ് ആൻസർ. അപ്പോൾ നമുക്ക് ഈ ഡിഫ്ലക്ഷൻ ഉണ്ടായത് ഒരു പോസിറ്റീവ് ചാർജാണ് ആയതുകൊണ്ടാണ് ഇത് അപ്വേർഡ് കിട്ടിയതെന്ന് നമുക്ക് മനസ്സിലായി. ഓക്കെ, ഇനി നമുക്ക് അടുത്ത പാർട്ട് ഓഫ് ദ ക്വസ്റ്റ്യൻ, നെക്സ്റ്റ് പാർട്ട് എന്താണ് ചോദിച്ചിരിക്കുന്നത്, ഇസ് ദ ചാർജ് പോസിറ്റീവ് ഓർ നെഗറ്റീവ്? ദ ആൻസർ ഈസ് പോസിറ്റീവ്. ഇൻ ടേംസ് ഓഫ് എ, ദാറ്റ് മീൻസ് ഫീൽഡ് അപ്ലൈ ദ റീജിയൻ, ആൻഡ് ഡി എത്രയാണ് ഡിഫ്ലക്ഷൻ ഉണ്ടായത്, ബി ഈസ് ദ മാഗ്നറ്റിക് ഫീൽഡ്, ആൻഡ് ക്യൂ ഫൈൻഡ് ദ മൊമെൻറ്റം ഓഫ് ദ പാർട്ടിക്കിൾ. ഓക്കെ, അത് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഇതിപ്പം ഞാൻ ഈ വി ക്രോസ് ബി എന്ന് പറയുന്നത് കാൽക്കുലേറ്റ് ചെയ്ത് എങ്ങനെയാണ്, ഇമാജിൻ ചെയ്തിട്ടാണ്. ഓക്കെ, നമുക്കിനി ഒരു കോർഡിനേറ്റ് ആക്സിസ് സെറ്റ് ചെയ്തിട്ട് ഇതൊന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഇതേ ആൻസർ കിട്ടുമോ എന്നൊന്ന് നോക്കുന്നത് നല്ലതായിരിക്കും. ഓക്കെ, അപ്പം അടുത്തത് നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ ഈ ഇമാജിൻ ചെയ്യേണ്ട, നമുക്ക് ഒരു ആർബിട്രറി ഡയറക്ഷൻ ഓരോന്നിനും കൊടുത്തിട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഞാനൊരു കോർഡിനേറ്റ് സെറ്റ് ചെയ്യാണ്. ഓക്കെ, ഇതെന്ന് പറയുന്നത് നമ്മുടെ, അതായത് ഈ പ്ലെയിൻ, ഇവിടെ ഒരു പ്ലെയിൻ ഉണ്ടല്ലോ, ഈ പ്ലെയിൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ സ്ക്രീനിൻ്റെ പ്ലെയിൻ തന്നെയാണ്. ഇതെന്ന് പറയുന്നത് ഔട്ട് ഓഫ് ദ പ്ലെയിൻ ആണ്. ഓക്കെ, അതായത് ഇറ്റ് ഈസ് ആക്ച്വലി ടുവേർഡ്സ് യു ആണ്, നിങ്ങളുടെ നേരെ വരുന്ന ഒരു വെക്ടറാണ്. ഓക്കെ, ഈ ഡയറക്ഷൻ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി ഇതിനകത്ത് ഓരോന്നിനും പേര് കൊടുക്കാം. ലെറ്റ് ദിസ് ബി എക്സ്, ഇത് വൈ ആണ്. ഇതിന് പേര് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും കൊടുക്കാം. കൊടുക്കുമ്പോൾ ഒറ്റ കാര്യം ശ്രദ്ധിക്കണം, നമ്മൾ അന്ന് പറഞ്ഞ റൈറ്റ് ഹാൻഡ് റൂൾ അല്ലെങ്കിൽ റൈറ്റ് ഹാൻഡഡ് കോർഡിനേറ്റ് സിസ്റ്റം ആയിരിക്കണം. ദാറ്റ് ഈസ് എക്സ് ക്രോസ് വൈ ചെയ്യുമ്പം നമുക്ക് എന്ത് ചെയ്യണം, ഇസഡ് കിട്ടണം. സോ എക്സ് വൈ ആൻഡ് ഇസഡ് നമ്മൾ അത്രയും സെറ്റ് ചെയ്തു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇനി നമുക്ക് ബേസ്ഡ് ഓൺ ദിസ് പ്രോബ്ലം നമുക്ക് ഓരോന്നിൻ്റെയും ഡയറക്ഷൻസ് കൊടുക്കാം. സോ സി, ഓക്കെ, അപ്പം ആദ്യം വി എന്ന് പറയുന്നതാണ് നമുക്ക് വി ക്രോസ് ബിയിൽ ആവശ്യമുള്ളത്. വി എങ്ങോട്ടാണ്, ടുവേർഡ്സ് റൈറ്റ് വേർഡ്സ് ആണ്. റൈറ്റ് വേർഡ്സ് എന്ന് പറയുമ്പോൾ ഏത് ഡയറക്ഷനാണ്, വൈ ക്യാപ്പാണ്. സോ വി ഈസ് ഈക്വൽ ടു വി ഇൻറ്റു വൈ ക്യാപ്പ്. ഓക്കെ, ഇനി അടുത്ത് ബി ഉണ്ട്. ബി എന്താണ്, ഇൻ ടു ദ പ്ലെയിൻ ഓഫ് ദ പേപ്പർ എന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇൻ ടു ദ പ്ലെയിൻ എന്ന് പറയുമ്പം എക്സ് ഡയറക്ഷൻ്റെ ഓപ്പോസിറ്റാണ്, അകത്തേക്കാണ്. ഓക്കെ, എക്സ് ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ പുറത്തേക്കാണ്. അപ്പം ഇൻ ടു ദ പ്ലെയിൻ എന്ന് പറയുമ്പം മൈനസ് എക്സ് ഡയറക്ഷൻ വരും. സോ അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ബി ഇൻറ്റു മൈനസ് എക്സ് ക്യാപ്പ് എന്ന് കൊടുക്കുന്നു. സോ ദാറ്റ് ഈസ് ബി. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ ഫോഴ്സ് ലോ എഴുതുന്നു. എഫ് ഈസ് ഈക്വൽ ടു ക്യൂവിനെ നമ്മൾ ക്യൂ എന്ന് തന്നെ എഴുതുന്നു. ക്യൂ ക്യാൻ ബി പോസിറ്റീവ് ഓർ നെഗറ്റീവ്. ഓക്കെ, അപ്പം ക്യൂ ഇൻറ്റു വി ക്രോസ് ബി, നമുക്ക് ഇതേ വാല്യൂസ് കൊടുക്കാം. സോ ക്യൂ ഉണ്ട്, വി എന്ന് പറയുമ്പം ഓക്കെ, വിയും ബിയും ഒക്കെ നമുക്ക് ഇനി പുറത്തെടുക്കാം. ക്രോസ് പ്രോഡക്റ്റ് ആക്ച്വലി ഹാപ്പൻസ് ബിറ്റ്വീൻ ദീസ് ഡയറക്ഷൻസ്. സോ എന്ത് വരും, വി ബി ഒരു മൈനസ് സൈൻ ഉണ്ട്. ഓക്കെ, അതും ഇനി പുറത്തെടുത്തു. ദെൻ വൈ ക്യാപ്പ് ക്രോസ് എക്സ് ക്യാപ്പ്. ഓക്കെ, വൈ ക്യാപ്പ് ക്രോസ് എക്സ് ക്യാപ്പ് എന്ന് പറയുമ്പോൾ എന്താണ്, യെസ്, ഇറ്റ് ഈസ് മൈനസ് ഇസഡ് ക്യാപ്പാണ് അല്ലേ. അപ്പോൾ ക്യൂ വി ബി, അതായത് എക്സ് ക്രോസ് വൈ ആണ് ഇസഡ്, വൈ ക്രോസ് എക്സ് എന്ന് പറയുമ്പോൾ മൈനസ് ഇസഡ് ആയിരിക്കും. ദാറ്റ് മൈനസ് ഇസഡ് ഇൻ ടു ദിസ് മൈനസ്, ദാറ്റ് ബിക്കംസ് ഇസഡ് ക്യാപ്പ്. സോ നമുക്ക് എന്ത് കിട്ടി, ദ ഡയറക്ഷൻ ഓഫ് ദ ഫോഴ്സ് ഈസ് എലോങ് ഇസഡ് ക്യാപ്പ്. ഇനി വിയും ബിയും നമ്മൾ മാറ്റി വെച്ചു. ഇനി ക്യൂ എന്ന് പറയുന്ന ആൾ പോസിറ്റീവ് ആണെങ്കിൽ ഡയറക്ഷൻ എന്തായിരിക്കും, ഇസഡ് ക്യാപ്പ് തന്നെയായിരിക്കും. ഓക്കെ, ഇനി ഫിഗറിൽ നോക്കുക, ഫിഗറിൽ ഇത് എങ്ങോട്ടാണ് പോയിരിക്കുന്നത്, അപ്വേർഡ്. ദാറ്റ് മീൻസ് ഇസഡ് ക്യാപ്പ് ഡയറക്ഷനിലാണ്. അപ്പോൾ ഫോഴ്സ് അപ്വേർഡ് ഡയറക്ഷനിലാണ് പോസിറ്റീവ് ആണെങ്കിൽ. ഇഫ് ക്യൂ ഈസ് നെഗറ്റീവ്, ഓക്കെ, ക്യൂ നെഗറ്റീവ് ആണെങ്കിൽ ഇത് നെഗറ്റീവ് ആവും. ആ നെഗറ്റീവ് സൈനിനെ നമുക്ക് സൈനിൻ്റെ കൂടെ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ മൈനസ് ഇസഡ് ക്യാപ്പ് എന്നാവും എന്ത്, ഡയറക്ഷൻ. ഓക്കെ, അപ്പം ഇതെങ്ങോട്ട് വരും, താഴേക്ക് വരും. പക്ഷേ ഇവിടെ നമുക്ക് ഫിഗർ നോക്കിയാൽ നമ്മൾ പറഞ്ഞ കോർഡിനേറ്റ് സിസ്റ്റം അനുസരിച്ച് ഇസഡ് ക്യാപ്പ് ഡയറക്ഷനിലാണ് ഫോഴ്സ് ഉള്ളത്, അല്ലെങ്കിൽ ഇതിൻ്റെ ഡിഫ്ലക്ഷൻ ഹാപ്പൻ ചെയ്യുന്ന ഇസഡ് ക്യാപ്പ് ഡയറക്ഷനിലാണ്. സോ ക്യൂ ഷുഡ് ബി പോസിറ്റീവ് ഫോർ ദിസ് അപ്വേർഡ് ഡിഫ്ലക്ഷൻ. ഓക്കെ, അപ്പോൾ അങ്ങനെയും എനിക്ക് എന്ത് പറയാം, ക്യൂ പോസിറ്റീവ് ആണ് എന്ന് പറയാൻ പറ്റും.
ഓക്കെ, ഇതാണ് നിങ്ങൾക്ക് ആക്ച്വലി ഈ പറഞ്ഞ പോലെ നമുക്ക് ഇമാജിൻ ചെയ്ത ആൻസർ കിട്ടുന്നില്ലെങ്കിൽ ഇങ്ങനെ ചെയ്ത് നോക്കിയാൽ മതി, ഈസി ആയിട്ട് കിട്ടും. എല്ലായിടത്തും നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റണം എന്ന് നിർബന്ധമൊന്നുമില്ല. ഓക്കെ, നൗ ദ സെക്കൻഡ് പാർട്ട് ഓഫ് ദ പ്രോബ്ലം. ഓക്കെ, സെക്കൻഡ് പാർട്ടിൽ പറയുന്നത് എന്താണ്? യെസ്, in terms of A, D, B and Q, find the momentum of the particle. Okay. Okay. That is, ഇതാണ് നമ്മുടെ arbitrary direction എന്ന് വിചാരിക്കുക. Then ഇവിടെ നിന്ന് ഇത് ഇങ്ങനെ deflect something like this. Okay. അപ്പം okay. അപ്പം ഇവിടെ ഫീൽഡ് അപ്ലൈ ചെയ്തത് ഇത്രയും റീജിയൻ ആണെന്ന് ഇമാജിൻ ചെയ്യും. ഓക്കെ, ആ റീജിയനെ ഞാൻ എ എന്ന് വിളിക്കുന്നു. ആൻഡ് ദിസ് ഈസ് ഡി. ഈ ഫിഗർ തന്നെയാണ് ഞാൻ വരയ്ക്കുന്നത്, വേറെ ഒന്നുമില്ല. അപ്പം നമുക്കിനി കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ഇതിൻ്റെ മൊമെൻറ്റം ഇൻ ടേംസ് ഓഫ് എ, ഡി, ബി ആൻഡ് എക്സെട്ര നമുക്ക് വരയ്ക്കണം. അപ്പോൾ നമുക്കറിയാം ഇതൊരു കർവ്ഡ് പാത്തിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഒരു കർവ്ഡ് പാത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്തുണ്ടാവും? ദർ വിൽ ബി എ സെൻട്രിപിറ്റൽ ഫോഴ്സ് ആക്ടിങ്, അല്ലേ? ആ സെൻട്രിപിറ്റൽ ഫോഴ്സിൻ്റെ ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ എഴുതുന്നത് എങ്ങനെയാണ്? ഇറ്റ് ഈസ് mv² ബൈ ആർ ആണ് സെൻട്രിപിറ്റൽ ഫോഴ്സ്. ദിസ് ഷുഡ് ബി പ്രൊവൈഡഡ് ബൈ സം എക്സ്റ്റേണൽ ഏജൻസി, അല്ലേ? അതായത് സെൻട്രിപിറ്റൽ ഫോഴ്സ് ആരെങ്കിലും പ്രൊവൈഡ് ചെയ്യണം. സെൻട്രിപിറ്റൽ ഫോഴ്സിൻ്റെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് mv² ബൈ ആർ ആണ്. അത് ആരാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുക? പ്രൊവൈഡ് ചെയ്യുന്നത് ആക്ച്വലി ഈ ലോറൻസ് ഫോഴ്സ് ആണ്, അല്ലേ? മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് ആണ്. അതിൻ്റെ എക്സ്പ്രഷൻ അല്ലെങ്കിൽ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് നമുക്ക് കിട്ടി. അതെന്താണ്? QVB ആണ്. സോ ഞാൻ എന്തെഴുതി? ദിസ് ഈസ് ഈക്വൽ ടു QVB എന്ന് വെച്ചാൽ ഈ QVB ആണ് എന്തായിട്ട് ആക്ട് ചെയ്യുന്നത്? സെൻട്രിപിറ്റൽ ഫോഴ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് ഇവിടെ നിന്ന് തന്നെ എന്ത് ചെയ്യാൻ പറ്റും? സേ V ആൻഡ് V ഗെറ്റ് ക്യാൻസൽഡ്. ഇത് നമ്മൾ നേരത്തെയും ചെയ്തിട്ടുള്ളതാണ് പലയിടത്തും. ഓക്കെ, സോ ഇതെന്ത് സംഭവിക്കും? mv ബൈ ആർ ഈസ് ഈക്വൽ ടു QB, ഓർ മൊമെൻറ്റം എന്ന് പറയുമ്പോൾ എന്താണ്? mv ആണ്. സോ mv ഈസ് ഈക്വൽ ടു QBR. ഓക്കെ, സോ ദിസ് ഈസ് ദ ആൻസർ. പക്ഷേ ഇവിടുത്തെ പ്രശ്നം എന്താണ്? നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് ഇൻ ടേംസ് ഓഫ് Q, B, A ആൻഡ് D. ഇവിടെ എയും ഡിയും ഇല്ല. പകരം നമ്മൾ ഈ കർവിൻ്റെ റേഡിയസ് ഓഫ് കർവേച്ചർ എന്നുള്ള രീതിയിൽ ഒരു ആറിനെ എടുത്തിട്ടുണ്ട്, അല്ലേ? അതായത് ഒരു കർവ് ഇങ്ങനെ പോകുന്ന സമയത്ത് ഇതിൻ്റെ സെൻട്രിപിറ്റൽ ഫോഴ്സ് എന്ന് പറയുന്നത്, ഒരു കർവിലൂടെ ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യുകയാണെങ്കിൽ ഈ കർവ് പാർട്ടായിട്ടുള്ളൊരു സർക്കിൾ എനിക്ക് ഇമാജിൻ ചെയ്യാം. ഓക്കെ, ആ സർക്കിളിൻ്റെ റേഡിയസിനെയാണ് നമ്മൾ റേഡിയസ് ഓഫ് കർവേച്ചർ എന്ന് വിളിക്കുന്നത്. ആ ആറ് നമുക്ക് വേണം. ദെൻ ഈ പാർട്ടിക്കിളിൻ്റെ മാസ് വേണം. ദെൻ വെലോസിറ്റി വേണം. ഇത്ര അറിയാമെങ്കിൽ സെൻട്രിപിറ്റൽ ഫോഴ്സ് വിൽ ബി mv² ബൈ ആർ. അതാരെങ്കിലും പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും. പ്രൊവൈഡ് ചെയ്യുന്നത് എലോങ് ദിസ് റേഡിയസ് ആയിരിക്കും. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പണ്ട് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അത് വെച്ചിട്ടാണ് ഈ ഇക്വേഷൻ നമ്മൾ എഴുതിയിരിക്കുന്നത്. സോ ഇവിടെ നമുക്ക് ആറ് കാൽക്കുലേറ്റ് ചെയ്യണം. സോ നമുക്ക് എങ്ങനെ ആറ് കാൽക്കുലേറ്റ് ചെയ്യാം എന്നുള്ളത് നോക്കാം. സോ ആറ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു? സേ ഇവിടെ ഒരു പോയിൻ്റ്, ഈ പോയിൻ്റാണ് എന്തെന്ന് വിചാരിക്കുക? ഇതിൻ്റെ സെൻറ്റർ ഓഫ് കർവേച്ചർ. അതായത് ഈ കർവ് ഒരു സർക്കിളിൻ്റെ പാർട്ടാണ്. ആ സർക്കിളിൻ്റെ സെൻറ്ററാണെന്ത്? ഈ കാണുന്ന പോയിൻ്റ്. അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം? ഇവിടുന്ന് താഴേക്ക് വരയ്ക്കാം. അപ്പോൾ ഇതൊരു സർക്കിളിൻ്റെ പാർട്ടാണെന്നുണ്ടെങ്കിൽ ഇതെന്തായിരിക്കും? റേഡിയസ് ആയിരിക്കും. എനിക്ക് അതേപോലെ ഇങ്ങോട്ടും വരയ്ക്കാം, ഈ എഡ്ജിലേക്കും വരയ്ക്കാം. അതും എന്ത് തന്നെയായിരിക്കും? വിൽ ബി ദ റേഡിയസ്. ഓക്കെ, അപ്പം ഈ ആറാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് യൂസിങ് ദിസ് എ ആൻഡ് ഡി. അതിനുവേണ്ടി ഞാൻ എന്ത് ചെയ്യുന്നു? ഞാൻ ഇവിടെയും കൂടെ ഒരു ലൈൻ വരയ്ക്കുന്നു. ഓക്കെ, ഡിയിൽ നിന്ന് ആറിലേക്ക് പെർപെൻഡിക്കുലറായിട്ട്. ഓക്കെ, അപ്പോൾ ഇത് ഡി ആണെങ്കിൽ ഇതും എന്ത് തന്നെയായിരിക്കും? വിൽ ബി ഡി. ഓക്കെ, ഈ ക്യാപിറ്റൽ ആർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് മൊത്തത്തിലാണ്. അതായത് കർവ് വരെ വന്നെങ്കിൽ എന്താവുള്ളൂ? അത് ആറാവുള്ളൂ. സോ ഇത് ഡി, ഇത്രയും ഭാഗമാണ് ഡി. ഓക്കെ, ആൻഡ് ഇത് എ ആണെങ്കിൽ ഇതും എന്തായിരിക്കും? എ ആയിരിക്കും. ഇനി ജസ്റ്റ് ഈ റൈറ്റ് ആംഗിളിൽ ട്രയാങ്കിൾ ഒന്ന് നോക്കുക. ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിനകത്ത് ഈ റേഡിയസ് ഓഫ് കർവേച്ചർ എന്ന് പറയുന്നത് അതിൻ്റെ എന്താണ്? ഹൈപ്പോട്ടന്യൂസ് ആണ്. ദാറ്റ് ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ r² ഈസ് ഈക്വൽ ടു, യൂസിങ് പൈതഗോറസ് ലോ, ദാറ്റ് ഈസ് a² പ്ലസ് ഈ സൈഡിൻ്റെ സ്ക്വയർ. ഈ സൈഡ് എന്ത് വരും? r മൈനസ് ഡി വരും. സോ r മൈനസ് ഡി ദ ഹോൾ സ്ക്വയർ. സോ ദിസ് ഈസ് ഈക്വൽ ടു a² പ്ലസ് r² പ്ലസ് d² മൈനസ് 2rd എന്ന് വരും. ദിസ് ഈസ് ഈക്വൽ ടു r². അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഒരു r² ക്യാൻസൽ ആവും. ദെൻ 2rd ഈസ് ഈക്വൽ ടു a² പ്ലസ് d² ആൻഡ് r ഈസ് ഈക്വൽ ടു a² പ്ലസ് d²
ഡിവൈഡഡ് ബൈ 2D എന്ന് കിട്ടും. സോ ആറിനെ അല്ലെങ്കിൽ റേഡിയസ് ഓഫ് കർവേച്ചർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഈ എത്ര റീജിയണിലാണ് ഫീൽഡ് കൊടുത്തിരിക്കുന്നതെന്നും ദെൻ അതിന് ശേഷം അതിന് മാക്സിമം ഡിഫ്ലക്ഷൻ എത്ര ഉണ്ടാവുന്നു, അല്ലെങ്കിൽ ആ ഫീൽഡ് എൻഡ് ചെയ്യുന്ന റീജിയണിൽ എത്ര ഡിഫ്ലക്ഷൻ ഉണ്ടാവുന്നു കൂടെ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, റേഡിയസ് ഓഫ് കർവേച്ചർ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ആ റേഡിയസ് ഓഫ് കർവേച്ചറാണ് a² + d² ഡിവൈഡ് ബൈ 2D. അപ്പോൾ അതെവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി, ദിസ് MV ഈസ് ഈക്വൽ ടു QBRലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ദെർഫോർ MP ഈസ് ഈക്വൽ ടു MV വിച്ച് ഈസ് ഈക്വൽ ടു QB ഇൻറ്റു a² + d² divided by 2D. So this is the moment. Okay. ഇതിനകത്ത് ഡൗട്ടൊന്നുമില്ലെന്ന് തോന്നുന്നു. ഇങ്ങനെ നിങ്ങൾക്ക് എന്ത് വയ്ക്കാം. നമ്മൾ ഇത് ആക്ച്വലി ഈ P കണ്ടുപിടിക്കുന്നത് P ഈസ് ഈക്വൽ ടു QBR എന്നുള്ളത് നമ്മൾ നേരത്തെ എഴുതിയിട്ടുള്ളതാണ്. ഇവിടെ ഈ സൈക്ലോട്രോൺ എന്ന് പറഞ്ഞ സാധനം പറഞ്ഞപ്പോൾ അല്ലേ, MV ഈസ് ഈക്വൽ ടു QBR ആണ്. സർക്കുലർ മോഷനിൽ വരും അല്ലേ, ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടെന്ന് വിചാരിക്കുക ഒരു റീജിയണിൽ, അതിന് പെർപെൻഡിക്കുലറായിട്ട് ഒരു ചാർജ് Q എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ വിത്ത് എ വെലോസിറ്റി അതെന്തുണ്ടാക്കും, ഒരു സർക്കുലർ മോഷൻ ഉണ്ടാക്കും. ആ സർക്കുലർ മോഷൻ എടുത്തിട്ട് നമ്മൾ MV²/R ഇതും കൂടെ ഇക്വേറ്റ് ചെയ്തിട്ട് MV ഈസ് ഈക്വൽ ടു QBR എന്ന് എഴുതി. ഓക്കെ, അപ്പം ഇത് വെച്ചിട്ടാണിത് ഇതെന്ത് ചെയ്യും, ഇതൊരു സർക്കുലർ മോഷനിൽ പോവും. ആ സർക്കുലർ മോഷൻ്റെ ഫ്രീക്വൻസി കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, വിക്ക് പകരം Rω എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ എന്താവും, mRω ഈസ് ഈക്വൽ ടു QBR എന്ന് വരും. സോ R ക്യാൻസൽഡ്, ഒമേഗ ഈസ് ഈക്വൽ ടു QB ബൈ M. ഓക്കെ, ദിസ് QB ബൈ M ഈസ് കോൾഡ് ദ സൈക്ലോട്രോൺ ഫ്രീക്വൻസി. ഓക്കെ, ഫ്രീക്വൻസി ആംഗുലാർ ഫ്രീക്വൻസിയാണ്. ഇത് F ആക്കി മാറ്റാൻ പറ്റും. 2π ഒമേഗ ഈസ് ഈക്വൽ ഒരു 1/2π കൂടെ അപ്പുറത്ത് കൊടുത്താൽ മതി. ഓക്കെ, അപ്പം ഇത് ഒരു പാർട്ട്, ഇത് ആക്ച്വലി ഒരു പ്രോബ്ലത്തിൻ്റെ ഒരു പാർട്ടാണ്. അപ്പം നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായി, ഇത് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാം, അതായത് നിങ്ങൾക്ക് ഇത്രയും മെഷർമെൻറ്റ്സ് B അറിയാം, B മെഷർ ചെയ്യാൻ പറ്റുന്നുണ്ട്, ദെൻ A, D ഇത്രയും കാര്യങ്ങൾ, ആൻഡ് ഇഫ് യു നോ ദ ചാർജ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിൻ്റെ മൊമെൻറ്റം കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, എത്ര മൊമെൻറ്റത്തിലാണ് അത് വരുന്നതെന്ന് ആ മൂവ്മെൻറ്റിൻ്റെ ഡിഫ്ലക്ഷൻ മനസ്സിലാക്കിയാൽ ഇപ്പോൾ പാർട്ടിക്കിൾ ഡിറ്റക്ടേഴ്സിലൊക്കെ ഇത് വേണമെങ്കിൽ ഉപയോഗിക്കാം. ഓക്കെ, ഇതിൻ്റെ വേറൊരു ആപ്ലിക്കേഷൻ വരുന്ന ഒരു പ്രോബ്ലമാണ് അടുത്തത്. നമുക്ക് ആ പ്രോബ്ലത്തിലേക്ക് പോകാം. ഓക്കെ, അതൊരു ഇമ്പോർട്ടൻ്റ് പ്രോബ്ലമാണ്. അതായത് കേരള യൂണിവേഴ്സിറ്റിയിൽ PGക്ക് നിങ്ങൾ പഠിക്കുന്ന സമയത്ത്, കേരളയിൽ മാത്രമല്ലെന്ന് തോന്നുന്നു, പലയിടത്തും ചെയ്യിപ്പിക്കുന്ന ഒരു എക്സ്പെരിമെൻ്റാണ്. തോംസൺസ് മെത്തേഡ് എന്നറിയപ്പെടുന്ന ഇലക്ട്രോൺ എങ്ങനെയാണ് ഡിസ്കവർ ചെയ്തത്, അല്ലെങ്കിൽ E/m എങ്ങനെ ഇലക്ട്രോണിൻ്റെ ചാർജ് ഡിവൈഡഡ് ബൈ മാസ് റേഷ്യോ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തു എന്നുള്ള പറയുന്ന ഒരു എക്സ്പെരിമെൻ്റാണ്. ആ എക്സ്പെരിമെൻറ്റിൻ്റെ ഒരു തിയറി പറയുന്ന പ്രോബ്ലമാണ്. ഓക്കെ, സോ ദിസ് ഈസ് ദ ക്വസ്റ്റ്യൻ. ഓക്കെ, ഇൻ 1897 J.J. Thomson discovered the electrons. ഇപ്പം പ്രോബ്ലം നിങ്ങൾ ഇതിൻ്റെ കൂടെ എഴുതിക്കോ. ഓക്കെ, ഇല്ലേ മെയിൻ പോയിൻറ്റ്സ് നോട്ട് ചെയ്താലും മതി, പിന്നീട് നിങ്ങൾ ക്വസ്റ്റ്യൻ എഴുതി ചേർത്താലും മതി, ഏതാണോ കൺവീനിയൻറ്റ് അങ്ങനെ ചെയ്യും. In 1897 J.J. Thomson discovered the electron by measuring the charge to mass ratio of cathode rays. ഓക്കെ, അപ്പോൾ കാഥോഡ് റേസിൻ്റെ ചാർജ് ടു മാസ് റേഷ്യോ. ഇപ്പോൾ കാഥോഡ് റേസ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണ്, സ്ട്രീം ഓഫ് ഇലക്ട്രോൺസ് ആണ്. ഓക്കെ, നിങ്ങൾ നെറ്റിൽ എവിടെയെങ്കിലും കിട്ടുമായിരിക്കും, ടൊറൻറ്റിലൊക്കെ ഡൗൺലോഡ് ചെയ്യാൻ കിട്ടും. നിങ്ങൾ ഈ ഇലക്ട്രോൺസിൻ്റെ ഡിസ്കവറിയൊക്കെ പറയുന്നൊരു വീഡിയോ ഉണ്ട്. അതായത് ഇലക്ട്രോൺസിൻ്റെ എല്ലാം മൊത്തത്തിലൊരു സയൻസിൻ്റെ ഹിസ്റ്ററി വളരെ പെട്ടെന്ന് മനസ്സിലാക്കാനും, നമ്മൾ പലപ്പോഴും കെമിസ്ട്രിയിലൊക്കെ പഠിക്കുന്ന, കെമിസ്ട്രിയിലും ഫിസിക്സിലും ഒക്കെ പറയുന്ന പല എക്സ്പെരിമെൻറ്റ്സും ചെയ്ത് തന്നെ കാണിക്കുന്ന, അന്ന് ചെയ്തതെന്തോ അത് ചെയ്ത് കാണിക്കുന്ന ഒരു സീരീസ് ഓഫ് വീഡിയോ ഉണ്ട്. BBC-യുടെ സ്റ്റോറി ഓഫ് സയൻസ്. ഓക്കെ, സ്റ്റോറി ഓഫ് സയൻസ് എന്ന് പറയുന്നത് ഇതിൻ്റെ ആദ്യത്തത് അസ്ട്രോണമിയാണ്. അതിൻ്റെ പേര് വാട്ട് ഈസ് ഔട്ട് ദെയർ എന്ന് പറയുന്ന ഒരു ഇതാണ്, ഒരു സീരീസാണ്. സീരീസിൻ്റെ ഓരോ എപ്പിസോഡാണ് വാട്ട് ഈസ് ഔട്ട് ദെയർ. ദെൻ രണ്ടാമത്തത് വാട്ട് ഈസ് ദ വേൾഡ് മെയ്ഡ് ഓഫ്, ദെൻ ഹൗ ഡിഡ് വി ഗെറ്റ് ഹിയർ. ഇത് ആക്ച്വലി
ബയോളജി എവല്യൂഷനും കാര്യങ്ങളൊക്കെ പറയുന്നത് ഹൗ ഡിഡ് വി ഗെറ്റ് ഹിയർ. പിന്നെ എനർജിയെക്കുറിച്ച് പറയുന്നത് ക്യാൻ വി ഹാവ് അൺലിമിറ്റഡ് പവർ അങ്ങനെ പറയുന്നത് ഒരു 6 സീരീസ് എന്തോ 6 എന്തോ ഉണ്ടെന്ന് തോന്നുന്നു, 6 എപ്പിസോഡ് എന്തോ ഉണ്ട്. നല്ല രസമുള്ളൊരു സാധനമാണ്. അതിനകത്ത് ആക്ച്വലി ഈ കാഥോഡ് റേസിനെ കാണിക്കുന്നുണ്ട്. കാഥോഡ് റേസ് ആക്ച്വലി വിസിബിൾ അല്ല, അതിനെ നമുക്ക് ഫ്ലൂറസെൻ്റ് ആയിട്ടുള്ളൊരു മെറ്റീരിയൽ ഉണ്ടെങ്കിൽ അതുവഴി വിസിബിൾ ആക്കാം. ആ വിസിബിൾ ആക്കുന്ന ആൾ എന്ത് ചെയ്യും, ഇറ്റ് വിൽ ഡിഫ്ലക്റ്റ് ഓൺ ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡിലും ഒക്കെ ഡിഫ്ലക്റ്റ് ആവുന്നത് ആക്ച്വലി അതിനകത്ത് വിഷ്വലി തന്നെ കാണിച്ചു തരുന്നുണ്ട്. ഓക്കെ, ആക്ച്വൽ എക്സ്പെരിമെൻറ്റ് കാണിച്ചു തരുന്നുണ്ട്. നല്ല രസമാണ് കാണാൻ. അപ്പോൾ അതൊന്ന് കണ്ടു നോക്കാം. ഓക്കെ, സോ നമുക്ക് വീണ്ടും ക്വസ്റ്റ്യനിലേക്ക് പോവാം. സോ ആക്ച്വലി സ്ട്രീം ഓഫ് ഇലക്ട്രോൺസ് ആണ് കാഥോഡ് റേസ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പം വിത്ത് ചാർജ് Q ആൻഡ് മാസ് M. ഓക്കെ, ആസ് ഫോളോസ്. അത് ഇങ്ങനെയാണ് ഡിസ്കവർ ചെയ്യുന്നത്. അപ്പോൾ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഫസ്റ്റ് ഹി പാസ്ഡ് ദ ബീം ത്രൂ യൂണിഫോം ക്രോസ്ഡ് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്സ്. ഓക്കെ, E and B mutually perpendicular and both of them perpendicular to the beam. Okay, and adjusted the electric field until he got zero deflection. അപ്പം ഒരു സെക്കൻഡേ. ഓക്കെ, നിങ്ങൾ പി ജിക്ക് ചെല്ലുമ്പോൾ ഈ സാധനം കാണും. ഞാൻ പി ജിക്ക് എക്സ്പെരിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് ഇത്രയും സിമ്പിളായിട്ടുള്ളൊരു തിയറി ആയിരുന്നു ഇതിനകത്തുനിന്ന്, അല്ലെങ്കിൽ +2 ലെവലിൽ പോലും പറയാൻ പറ്റുന്ന ഒരു തിയറി ആണെന്ന് അന്ന് ലാബ് ചെയ്തപ്പോൾ എനിക്കറിയില്ല. സോ അപ്പം ഇവിടെ നോക്കുക, ഇതാണ് തോംസൺസ് അപ്പാരറ്റസ് എന്ന് പറയുന്നൊരു സാധനം. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിയാൽ ഇവിടെ ഒരു സ്ട്രീമായിട്ട് നിങ്ങൾ ഈ കാണുന്നത് ഇലക്ട്രോണിൻ്റെ സ്ട്രീമാണ്. ഓക്കെ, ഇവിടെ നിങ്ങൾ ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്. അതുകൊണ്ട് ഇലക്ട്രിക് ഫീൽഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു പോസിറ്റീവ് പ്ലേറ്റും ഒരു നെഗറ്റീവ് പ്ലേറ്റും ഉണ്ടാവും, കണ്ടോ? ഓക്കെ, ദെൻ മാഗ്നറ്റിക് ഫീൽഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് ആക്ച്വലി മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് അല്ല, എർത്തിൻ്റെ മാഗ്നറ്റിക് ഫീൽഡും കൂടെ അതിനകത്ത് വരും. നമ്മളിതെല്ലാം കൂടെ ചേർത്തിട്ടാണത് ചെയ്യാം. ഓക്കെ, നൾ ഡിഫ്ലക്ഷൻ കിട്ടുന്ന രീതിയിലൊക്കെ വെച്ചിട്ട് നമ്മൾ ചെയ്യും. അത് പോട്ടെ. എനിവേ ദർ ഈസ് എ മാഗ്നറ്റിക് ഫീൽഡ്. അതാണ് എന്ത്, ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡ്, 2 ഇലക്ട്രോ മാഗ്നറ്റ് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ഇതിൻ്റെ ഡയറക്ഷൻ അങ്ങോട്ടാണ്. ഇലക്ട്രിക് ഫീൽഡ് ഇവിടെ നിന്ന് ഇങ്ങനെയാണ്, അതിന് നേരെ പെർപെൻഡിക്കുലർ ആയിട്ടാണ് എന്ത് വരുന്നത്, മാഗ്നറ്റിക് ഫീൽഡ് വരുന്നത്. അപ്പം ദേ ആർ മ്യൂച്വലി പെർപെൻഡിക്കുലർ ആൻഡ് ഇറ്റ് ഈസ് പെർപെൻഡിക്കുലർ ടു ദ ഡയറക്ഷൻ ഓഫ് ദ ബീം. ഓക്കെ, ബോത്ത് ഓഫ് ദം പെർപെൻഡിക്കുലർ ടു ദ ബീം. ബീം എവിടെ നിന്നാണ് വരുന്നത്, ദേ ഇങ്ങനെയാണ് വരുന്നത്. ഓക്കെ, അപ്പം ഇവർ 3 പേരും എന്താണ്, മ്യൂച്വലി പെർപെൻഡിക്കുലർ ആണെന്ന് മനസ്സിലായി. എന്തൊക്കെ, ചാർജിൻ്റെ ഡയറക്ഷൻ അല്ലെങ്കിൽ ഇലക്ട്രോൺസിൻ്റെ ഫ്ലോ, കാഥോഡ് റേസിൻ്റെ ഡയറക്ഷൻ, ദെൻ ഇലക്ട്രിക് ഫീൽഡ്, മാഗ്നറ്റിക് ഫീൽഡ്, ദേ ആർ മ്യൂച്വലി പെർപെൻഡിക്കുലർ. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ, ഇഫ് ഇതെല്ലാം ഓഫ് ആണെന്ന് വിചാരിക്കുക, എന്ത്, ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും ഓഫ് ആണെങ്കിൽ ഇത് നേരെ വന്ന് എവിടെ വീഴും, ഇതിൻ്റെ സെൻറ്ററിൽ വീഴും. ഓക്കെ, ഇനി നമ്മൾ ഏതെങ്കിലും ഓൺ ചെയ്ത് കഴിഞ്ഞാൽ, മാഗ്നറ്റിക് ഫീൽഡോ ഇലക്ട്രിക് ഫീൽഡോ ഒക്കെ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ മാഗ്നറ്റിക് ഫീൽഡിലും ഇലക്ട്രിക് ഫീൽഡിലും എന്ത് ചെയ്യും, ഈ ഇലക്ട്രിക് ഫീൽഡിൽ റിഫ്ലക്റ്റ് ചെയ്യാൻ കാരണം എന്താണ്, ബിക്കോസ് ഇത് ചാർജ്ഡ് പാർട്ടിക്കിളാണ്. അപ്പം ഇലക്ട്രോൺസ് ഫീൽഡിനനുസരിച്ച് മാറിക്കോളും. ഓക്കെ, ഇലക്ട്രിക് ഫീൽഡിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും, അതുപോലെ മാഗ്നറ്റിക് ഫീൽഡിനും മൂവിങ് ചാർജിനെ മോഡിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ എന്ത് ചെയ്യുന്നു, അങ്ങനെ ഇലക്ട്രിക് ഇയോ ബിയോ മാറ്റിക്കഴിഞ്ഞാൽ ഇതെന്ത് സംഭവിക്കും, ഇത് നേരെ വന്ന് വീഴുന്ന ആൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ അല്ലെങ്കിൽ സൈഡ് വൈസോ അതിൻ്റെ പൊസിഷൻ എന്ത് ചെയ്യും, ചേഞ്ച് ചെയ്യും. ഓക്കെ, അങ്ങനെ ആ പൊസിഷൻ്റെ ഷിഫ്റ്റ് എനിക്ക് എവിടെ നിന്ന് മെഷർ ചെയ്യാം, ഇവിടെ ഒരു സ്ക്രീൻ ഉണ്ടാവും, ആ സ്ക്രീനിൽ നിന്ന് മെഷർ ചെയ്യാൻ പറ്റും. സ്ക്രീൻ എന്ന് പറഞ്ഞാൽ ഇത് എക്സാക്ട്ലി പറഞ്ഞാൽ നമ്മുടെ പഴയ ടി വിയിലെ CRT മോണിറ്റർ എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, ഇങ്ങനെ ഇരിക്കുന്ന പഴയ CRT മോണിറ്റർ, നിങ്ങൾ CRO എന്ന് പറയുന്നൊരു സാധനം ലാബിൽ കണ്ടിട്ടുണ്ടാവും അല്ലേ. ആ CRO എന്ന് പറയുന്നത് കാഥോഡ് റേ തന്നെയാണ്, അതേ സാധനം തന്നെ, അതേപോലൊരു ഒരു ഗ്രീൻ ഗ്ലോ തന്നെയാണ് അത് കാണാൻ വേണ്ടിയിട്ടൊക്കെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു സ്പോട്ടുണ്ട്, ആ അതായത് ഒന്നും ഇല്ലെങ്കിൽ ഇവിടെ ഒരു സ്പോട്ട് കാണും. ദെൻ ഫീൽഡ് വരുന്നതനുസരിച്ച് ഇത് അങ്ങോട്ടോ ഇങ്ങോട്ടോ, നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് ആക്ച്വലി നമുക്ക് എക്സ്റ്റേണലി കൊടുക്കാൻ പറ്റും. ഓക്കെ, അതാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഇതാണ് ആ അപ്പാരറ്റസ് എന്ന് പറയുന്ന സാധനം, കണ്ടോ? ഇതാണ് ആ ട്യൂബ്. അതിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കൺട്രോളറാണിത്. ദെൻ ഈ കാണുന്ന ഇവിടെയാണ് ആക്ച്വലി അതിൻ്റെ ഡിഫ്ലക്ഷൻ വരുന്നത്. ആ ഡിഫ്ലക്ഷൻ അനുസരിച്ച് ഇത് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറുന്നത്, ഇവിടെ ഒരു ഗ്രീൻ സ്പോട്ട് മാറിക്കൊണ്ടിരിക്കും. ഓക്കെ, ദെൻ ഓക്കെ, നിങ്ങൾ പിന്നീട് ഇത് കണ്ടോളും. നമുക്ക് ഇപ്പോൾ തൽക്കാലം അത് പോട്ടെ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. ഈ ഡിഫ്ലക്ഷൻ മെഷർ ചെയ്യാൻ, എത്ര ഡിഫ്ലക്റ്റ് ചെയ്തു എന്ന് മെഷർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഡിഫ്ലക്ഷൻ മെഷർ ചെയ്യാം, ഇലക്ട്രിക് ഫീൽഡിൻ്റെ എമൗണ്ട് അറിയാം, മാഗ്നറ്റിക് ഫീൽഡിൻ്റെ എമൗണ്ട് അറിയാം. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് അറിയാൻ പറ്റുന്നത്. അപ്പോൾ ഇത് ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം എങ്ങനെയാണ് എക്സ്പെരിമെൻറ്റ് ചെയ്തതെന്നാണ് ആദ്യം ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ദെൻ അതിനകത്തുനിന്ന് നമുക്ക്
ഇ ബൈ എമ്മിനൊരു എക്സ്പ്രഷൻ ഉണ്ടാക്കിയെടുക്കണം ഇൻ ടേംസ് ഓഫ് ഇ ബി ഇലക്ട്രിക് ഫീൽഡ് മാഗ്നറ്റിക് ഫീൽഡ് ആൻഡ് റേഡിയസ് ഓഫ് കർവേച്ചർ. ഇത് ഇങ്ങനെ മാറിയതിൻ്റെ റേഡിയസ് ഓഫ് കർവേച്ചർ ഡിഫ്ലക്ഷൻ ആണല്ലോ, അപ്പോൾ അതിനൊരു കർവ്ഡ് പാത്തിലായിരിക്കും പോവുക. ഓക്കെ, ഫസ്റ്റ് ഹി പാസ്ഡ് ദ ബീം ത്രൂ എ യൂണിഫോം ക്രോസ്ഡ് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്. അതാണ് ഈ പറഞ്ഞത്, ഒരു ക്രോസ്ഡ് ആയിട്ടുള്ള ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡിൽ എന്ത് ചെയ്യുന്നു, ഇ ആൻഡ് ബിയിൽ ഈ പാർട്ടിക്കിൾസ് കൊടുക്കുന്നു. ആൻഡ് അഡ്ജസ്റ്റഡ് ദ ഇലക്ട്രിക് ഫീൽഡ്. ഓക്കെ, അപ്പം ഇങ്ങനെ കൊടുക്കുന്ന സമയത്ത് ഇതിന് എന്തുണ്ടാവും, ഇറ്റ് വിൽ ഹാവ് എ ഡിഫ്ലക്ഷൻ. ആ ഡിഫ്ലക്ഷൻ അപ്വേർഡോ ഡൗൺവേർഡോ ഒക്കെ ആയിരിക്കാം. ഇനി എന്ത് ചെയ്യുന്നു, പുള്ളി എന്ത് ചെയ്തു, ആൻഡ് അഡ്ജസ്റ്റഡ് ദ ഇലക്ട്രിക് ഫീൽഡ് അൺടിൽ ഹി ഗോട്ട് സീറോ ഡിഫ്ലക്ഷൻ. ഓക്കെ, അതായത് ഇലക്ട്രിക് ഫീൽഡ് അതിൻ്റെ നേരത്തെ കണ്ട അപ്പാരറ്റസിൻ്റെ സൈഡിലൊരു കൺട്രോളർ ഉണ്ടായിരുന്നല്ലോ, അതിനകത്ത് കുറേ നോബുകളുണ്ട്. ആ നോബുകൾ തിരിച്ചിട്ട് ഇലക്ട്രിക് ഫീൽഡ് അല്ല സീറോ ആക്കുന്നത്, ഇലക്ട്രിക് ഫീൽഡ് വേരി ചെയ്തുകൊണ്ട് എന്ത് സീറോ ആക്കാം, ഡിഫ്ലക്ഷൻ സീറോ ആക്കാം. അതായത് നിങ്ങൾ ആ സ്ക്രീനിൻ്റെ ഫ്രണ്ടിൽ ചിലപ്പോൾ ഇങ്ങോട്ടോ മാറിയിട്ടായിരിക്കും സ്പോട്ട് കാണുക. നമുക്ക് അതിനകത്ത് ചില വോളിയം കൺട്രോളർ പോലുള്ള നോബുകളുണ്ട്. ആ നോബ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇതിനെ എക്സാക്ട്ലി സെൻറ്ററിലേക്ക് എവിടെ നിന്നായാലും കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ സെൻറ്ററിൽ കൊണ്ടുവന്നു വെച്ചാൽ എന്താണ്, ഡിഫ്ലക്ഷൻ സീറോ ആണ്. ഓക്കെ, അതാണ് അദ്ദേഹം ചെയ്തത്. ആൻഡ് അഡ്ജസ്റ്റഡ് ദ ഇലക്ട്രിക് ഫീൽഡ് അൻറ്റിൽ ഹി ഗോട്ട് സീറോ ഡിഫ്ലക്ഷൻ. വാട്ട് വാസ് ദ സ്പീഡ് ഓഫ് ദ പാർട്ടിക്കിൾ ഇൻ ടേംസ് ഓഫ് ഇ ആൻഡ് ബി. അങ്ങനെ ഡിഫ്ലക്ഷൻ സീറോ ആക്കിയാൽ അപ്പോഴുള്ള ആ പാർട്ടിക്കിളിൻ്റെ സ്പീഡ് എന്താണ്, ഓക്കെ, ഇതിൻ്റെ വെലോസിറ്റി എന്താണെന്നുള്ളതാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഈ ഡിഫ്ലക്ഷൻ സീറോ ആക്കിയിട്ട് നമ്മൾ ഇയും ബിയും മെഷർ ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഏത് ഇലക്ട്രിക് ഫീൽഡിനും മാഗ്നറ്റിക് ഫീൽഡിനുമാണ് ഫോർ വിച്ച് ഇ ആൻഡ് ബി ഡിഫ്ലക്ഷൻ സീറോ ആവുന്നത് എന്നറിയാമെങ്കിൽ എനിക്ക് അതിനകത്തുനിന്ന് എന്ത് കാൽക്കുലേറ്റ് ചെയ്യാം, വെലോസിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനുള്ള എക്സ്പ്രഷൻ എന്താണ്, അതാണ് ചോദിച്ചിരിക്കുന്നത്. വാട്ട് വാസ് ദ സ്പീഡ് ഓഫ് ദ പാർട്ടിക്കിൾ ഇൻ ടേംസ് ഓഫ് ഇ ആൻഡ് ബി. ഓക്കെ, അപ്പോൾ ഡിഫ്ലക്ഷൻ സീറോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ചെയ്യുന്നത്, ഈ പാർട്ടിക്കിളിൽ ആക്ട് ചെയ്യുന്ന ഈ പാർട്ടിക്കിളിൽ എന്തെങ്കിലും ഫോഴ്സ് ആക്ട് ചെയ്യുന്ന സമയത്താണ്, അല്ലെങ്കിൽ ഈ കാഥോഡ് റേസിൽ എന്തെങ്കിലും ഫോഴ്സ് ആക്ട് ചെയ്യുന്ന സമയത്താണ് ഇതെന്ത് ചെയ്യുന്നത്, ഏതെങ്കിലും ഡയറക്ഷനിലേക്ക് ഡിഫ്ലക്റ്റ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ എന്ത് ചെയ്യുന്നു, ഡിഫ്ലക്ഷൻ സീറോ ആക്കി എന്ന് പറഞ്ഞാൽ അതിൽ ആക്ട് ചെയ്യുന്ന നെറ്റ് ഫോഴ്സ് എന്താണ്, സീറോ ആയി. ഓക്കെ, അപ്പോൾ ഇനി അതിനകത്ത് എന്ത് ഫോഴ്സാണ് ആക്ട് ചെയ്യുന്നത്, രണ്ട് ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. ഒന്ന് എന്താണ്, ക്യൂ ഇൻറ്റു ഇ എന്ന് പറയുന്ന ഫോഴ്സ്, ഇലക്ട്രിക് ഫീൽഡ് കാരണം ചാർജ് പാർട്ടിക്കിളിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ്, പ്ലസ് നമ്മുടെ മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ്, ദാറ്റ് ഈസ് ക്യൂ ഇൻറ്റു വി ക്രോസ് ബി. ഓക്കെ, ക്യൂ ഇൻറ്റു വി ക്രോസ് ബി. ഇത്രയും ഫോഴ്സസ് ആണ് ഏതിൽ ആക്ട് ചെയ്യുന്നത്, നമ്മുടെ ഇതിൽ ആക്ട് ചെയ്യുന്നത്. സോ ദിസ് ഈസ് ഈക്വൽ ടു എന്താണ്, അപ്പം നെറ്റ് ഫോഴ്സ് സീറോ എന്ന് വെച്ചാൽ എന്താണ്, ഫോഴ്സ് ഡ്യൂ ടു ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് ദേ സം ടു സീറോ. അതായത് നെറ്റ് ഫോഴ്സ് എന്തായി, സീറോ ആയി. അപ്പോൾ ഇതിനകത്തുനിന്ന് എനിക്ക് എന്ത് എഴുതാം, മാഗ്നിറ്റ്യൂഡ് വൈസ് ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ക്യൂ ഇ ഇസ് ഈക്വൽ ടു ക്യൂ ഇൻറ്റു വി ക്രോസ് ബി എന്ന് പറയുന്നത് എന്താണ്, വി ബി സൈൻ തീറ്റ, മ്യൂച്വലി പെർപെൻഡിക്കുലർ ആണ്. അപ്പം വി ക്രോസ് ബി എന്ന് പറയുന്നത് ജസ്റ്റ് വി ബി എന്ന് എഴുതിയാൽ മതി അല്ലേ, സൈൻ 91 ആവും. So Q and Q can be cancelled. So E is equal to V into B, or V is equal to E by B എന്ന് കിട്ടും. ഓക്കെ, സോ ദിസ് ഈസ് ദ വെലോസിറ്റി. അപ്പം ഇവിടെ നമ്മൾ ചെയ്തത് എന്താണ്, ഇലക്ട്രിക് ഫീൽഡ് യൂസ് ചെയ്ത് ഡിഫ്ലക്ഷൻ അല്ലെങ്കിൽ നെറ്റ് ഫോഴ്സ് സീറോ ആക്കി, എന്നിട്ട് അതിൻ്റെ കറസ്പോണ്ടിങ് ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും അറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും അറിയാമെന്നുണ്ടെങ്കിൽ വി ക്യാൻ കാൽക്കുലേറ്റ് ദ വെലോസിറ്റി ഓഫ് ദ പാർട്ടിക്കിൾ. ഓക്കെ, പാർട്ടിക്കിളിൻ്റെ ആ സ്ട്രീമിൻ്റെ വെലോസിറ്റി എനിക്ക് കിട്ടി. ഓക്കെ, അതൊരു ആൻസറാണ്. ഇനി നമുക്കത് പോരാ, നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇ ബൈ എം ആണ്. അപ്പോൾ ഇനി സെക്കൻഡ് പാർട്ടിൽ എന്തെന്ന് ചോദിച്ചു നോക്കാം. ഓക്കെ, ദെൻ ഹി ടേൺഡ് ഓഫ് ദ ഇലക്ട്രിക് ഫീൽഡ്. ഓക്കെ, അപ്പം വി കിട്ടിക്കഴിഞ്ഞു, അപ്പോൾ ഒരേ പാർട്ടിക്കിൾ തന്നെ വരുന്നത്. എന്നിട്ട് എന്ത് ചെയ്തു, ഇലക്ട്രിക് ഫീൽഡ് അങ്ങ് ഓഫ് ചെയ്തു. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ഉള്ളത് കൊണ്ടാണ്, ഓക്കെ, അതായത് മാഗ്നറ്റിക് ഫീൽഡ് കാരണം കർവ് ചെയ്ത് പോകുന്ന ആളെ ഇലക്ട്രിക് ഫീൽഡ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, നേരെയാക്കി. ഓക്കെ, അതുകൊണ്ടാണല്ലോ എന്ത് സംഭവിച്ചത്, ഡിഫ്ലക്ഷൻ സീറോ ആക്കാൻ പറ്റിയത്. അതായത് എങ്ങോട്ട് മാറേണ്ട സാധനത്തിനെ മാറാതാക്കിയത് ഇലക്ട്രിക് ഫീൽഡാണ്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ഓൺ ആണെങ്കിൽ അതെന്ത് പോവും, നേരെ പോവും. അതാണ് നമ്മൾ അന്നേരമുള്ള വെലോസിറ്റിയൊക്കെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനി ഇലക്ട്രിക് ഫീൽഡ് അങ്ങ് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ഇത് വീണ്ടും പഴയ കർവ്ഡ് പാത്തിലേക്ക് തിരിച്ചു പോകും. കാരണം അവിടെ എന്ത് മാത്രമേ ഉള്ളൂ, മാഗ്നറ്റിക് ഫീൽഡ് മാത്രമേ ഉള്ളൂ. ഓക്കെ, മാഗ്നറ്റിക് ഫീൽഡിൽ ചാർജ് പെർപെൻഡിക്കുലറായിട്ട് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അത് കർവ് ചെയ്യുമ്പോൾ നമ്മൾ തൊട്ടുമുമ്പുള്ള കേസിലും പറഞ്ഞതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ എന്ത് സംഭവിച്ചു, ദെൻ ഹി ടേൺഡ് ഓഫ് ദ ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് മെഷേർഡ് ദ റേഡിയസ് ഓഫ് കർവേച്ചർ ആർ. എന്നിട്ട് അയാൾ എന്ത് ചെയ്തു, ഈ റേഡിയസ് ഓഫ് കർവേച്ചർ മെഷർ ചെയ്തു.
ഓക്കെ, ഈ റേഡിയസ് ഓഫ് കർവേച്ചർ മെഷർ ചെയ്യാൻ നമ്മൾ തൊട്ട് മുമ്പ് കണ്ട കേസിലെ അതേപോലെ തന്നെ ചെയ്യാം. അത് നമുക്ക് പിന്നെ പറയാം. എനിവേ ഏതെങ്കിലും രീതിയിൽ റേഡിയസ് ഓഫ് കർവേച്ചർ മെഷർ ചെയ്യും. ഓക്കെ, ആർ ഓഫ് ദ ബീം ആസ് ഡിഫ്ലക്റ്റഡ് ബൈ ദ മാഗ്നറ്റിക് ഫീൽഡ് അലോൺ. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് മാത്രമേ ഉള്ളൂ, അത് മാത്രം കാരണം ഡിഫ്ലക്റ്റ് ചെയ്ത ആളുടെ റേഡിയസ് ഓഫ് കർവേച്ചർ കാൽക്കുലേറ്റ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഇൻ ടേംസ് ഓഫ് ഇ, ബി ആൻഡ് ആർ, വാട്ട് ഈസ് ദ ചാർജ് ടു മാസ് റേഷ്യോ ഓർ Q by M of particles. ഓക്കെ, അതെന്താണെന്നാണ് ചോദ്യം. അപ്പോൾ നമുക്കിവിടെ നോക്കാം. സേ മാഗ്നറ്റിക് ഫീൽഡ് മാത്രമേ ഉള്ളൂ. മാഗ്നറ്റിക് ഫീൽഡ് മാത്രമേ ഉള്ളെങ്കിൽ അതിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് Q ഇൻറ്റു വി ക്രോസ് ബി. വിയും ബിയും എന്താണ്? പെർപെൻഡിക്കുലർ ആണ്. സോ QVB. ഓക്കെ, ദാറ്റ് QVB ഈസ് ഈക്വൽ ടു, അതിനകത്ത് അത് ഒരു ഫോഴ്സാണ്. അതെന്താണ്? ആക്ച്വലി ഈ കർവ്ഡ് പാത്തിൽ പോകാൻ കാരണമായ സെൻട്രിപിറ്റൽ ഫോഴ്സായിട്ട് ആക്ട് ചെയ്യും. ദാറ്റ് ഈസ് mv² by r. ഓക്കെ, so V and V got cancelled and mv is equal to Q into B, QBR എന്ന് എനിക്ക് എഴുതാം അല്ലേ, QBR. ഓക്കെ, എനിക്ക് വേണ്ടുന്നത് എന്താണ്? Q by M ആണ് അല്ലേ, അതാണല്ലോ ചാർജ് ടു മാസ് റേഷ്യോ. അപ്പോൾ ഈ എമ്മിനെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ Q by M is equal to V divided by BR എന്ന്. ഓക്കെ, ഇനി വി നമ്മൾ ഓൾറെഡി തൊട്ട് മുമ്പ് എന്താണ് ഡിഫ്ലക്ഷൻ 0 ആക്കിയിട്ട് കണ്ടുപിടിച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് ഇ ബൈ ബി. സോ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇതെന്താവും? ഇ ഡിവൈഡഡ് ബൈ B² R എന്നെനിക്ക് കിട്ടും. സോ ദാറ്റ് ഈസ് ദ റേഷ്യോ Q by M. അപ്പോൾ Q by M കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ ഇ ഡിവൈഡ് ബൈ B² R എന്ന് എഴുതാം. ഇനി ഈ R കാൽക്കുലേറ്റ് ചെയ്യണമല്ലോ. ഈ R കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് ഇതിനകത്ത് നോക്കുന്ന സമയത്ത് ബി കൊടുത്ത റീജിയണിനെ കുറിച്ച് എനിക്ക് ധാരണയുണ്ട്. ആ റീജിയണിൻ്റെ ഡിസ്റ്റൻസ് എത്ര ദൂരത്തിൽ, നമ്മൾ നേരത്തെ പ്രോബ്ലത്തിൽ കണ്ട പോലെ എത്ര ദൂരത്തിൽ ബി ഉണ്ടെന്നുള്ളത് അറിയാം. ദെൻ അടുത്തത് നമുക്ക് ഈ ഇതിൻ്റെ ഫ്രണ്ടിൽ നോക്കിക്കഴിഞ്ഞാൽ, ആ സ്ക്രീനിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ഡിയും മെഷർ ചെയ്യാം. അപ്പം ബി കൊടുത്ത റീജിയൺ ആയിട്ടുള്ള എയും ഡിയും അറിയാമെങ്കിൽ ആറിനുള്ള എക്സ്പ്രഷൻ നമ്മൾ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. തൊട്ട് മുമ്പുള്ള പ്രോബ്ലത്തിൽ B² ഡിവൈഡ് ബൈ A² പ്ലസ് D² divided by 2D. Okay, so finally Q by M calculate ചെയ്യാൻ or E by M calculate ചെയ്യാൻ നമ്മൾ ഇത്രയും ചെയ്താൽ മതിയാവും. ഓക്കെ, സോ ദിസ് ഈസ് ദാറ്റ് J. തോംസൺ ചെയ്ത എക്സ്പെരിമെൻറ്റ്. ഓക്കെ, എന്നിട്ട് അതിൻ്റെ ചാർജ് ടു മാസ് റേഷ്യോ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. ഇനി മില്ലിക്കൻസ് എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത് വേറൊന്നുണ്ട്. അത് ആക്ച്വലി ഇതിന് ശേഷമാണ്. ഇലക്ട്രോണിൻ്റെ ഡിസ്കവറി പറയുന്ന ഈ ബൈ എം കാൽക്കുലേറ്റ് ചെയ്യുന്നത് എക്സാക്ട്ലി ഇത് തന്നെയാണ്. മറ്റേത് 1900 സംതിങ്ങിലാണ് മില്ലിക്കൻസ് ഓയിൽ ഡ്രോപ്പ് എക്സ്പെരിമെൻറ്റ് വരുന്നത്. ഓക്കെ, നിങ്ങളൊരു 2-3 വർഷം കഴിഞ്ഞിട്ട് എവിടെയെങ്കിലും നിങ്ങൾ കാണും. ഓക്കെ, PGക്ക് പോകുമ്പോൾ എവിടെയെങ്കിലും ഈ എക്സ്പെരിമെൻറ്റ് പറയാതിരിക്കില്ല. ഓക്കെ, കാണാൻ പറ്റും. എൻ്റെ സൈഡിലേക്ക് ഉണ്ടോ ഫീൽഡ് കൊണ്ടുവരുമ്പം അത് കർവ്ഡ് ആവുന്നത് മാഗ്നറ്റ് കൊണ്ടുവരുന്നതാണ്. അത് നമുക്ക് അടുത്ത പ്രോബ്ലം ചെയ്യാം. ഇന്ന് ഞാൻ പ്രോബ്ലം ചെയ്ത് തീർക്കുന്നേ ഉള്ളൂ. ബയോട്ട് സവേഴ്സിൽ നമുക്ക് അടുത്ത ദിവസം സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റഡി കറൻസും ബയോട്ട് സവേഴ്സിൽ. ഓക്കെ, question: a current I is uniformly distributed over a wire of circular cross section with a radius a. Find the volume charge density. Find the volume charge density എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അതിനകത്ത് ഐയുടെ ഡയറക്ഷൻ ഫിഗറിൽ തന്നിട്ടുണ്ട്. ഞാൻ ഫിഗർ വരച്ചിട്ടില്ല ഇവിടെ. മീൻസ് അതൊരു സിലിണ്ടറിക്കൽ ക്രോസ് സെക്ഷൻ, എ റേഡിയസ് ഉള്ള ഒരു ക്രോസ് സെക്ഷൻ ഉണ്ട്. ഇതിലൂടെ കറണ്ട് ഐ ഈ ഡയറക്ഷനിൽ ഫ്ലോ ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ എ കറണ്ട് ഐ ഇസ് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ഓവർ എ വയർ ഓഫ് സർക്കുലർ ക്രോസ് സെക്ഷൻ വിത്ത് റേഡിയസ് എ. ദെൻ ഫൈൻഡ് ദ വോളിയം കറണ്ട് ഡെൻസിറ്റി. വാല്യൂ ആദ്യത്തെ പാർട്ടിൽ ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് ജെ. ഓക്കെ, ജെ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തത്? ജെ ഈസ് ഈക്വൽ ടു ഐ ഡിവൈഡഡ് ബൈ, അപ്പം കറണ്ട് ഐ ഈസ് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ്. ഐ എന്ന് പറയുന്നത് ഇതിൽ യൂണിഫോമായിട്ട് ഡിസ്ട്രിബ്യൂട്ടഡ് ആണ് ഓവർ എ വയർ ഓഫ് സർക്കുലർ ക്രോസ് സെക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പം ദാറ്റ് ഐ ഡിവൈഡഡ് ബൈ എന്താണ്? പെർപെൻഡിക്കുലർ ഏരിയ, ദാറ്റ് ഈസ് ഏരിയ പെർപെൻഡിക്കുലർ എന്നാണ്. അപ്പം
ഈ ഐ പോകുന്ന ഡയറക്ഷന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഏരിയ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ സർക്കുലർ ക്രോസ് സെക്ഷനാണ്. ഓക്കെ, അതിൻ്റെ റേഡിയസ് എ ആണെന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കും? പൈ എ സ്ക്വയർ ആയിരിക്കും. ദെയർഫോർ ഐ ഡിവൈഡഡ് ബൈ പൈ എ സ്ക്വയർ ഈസ് ദ ജി. ഓക്കെ, ഇത്രേ ഉള്ളത് ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത്. ഫൈൻഡ് ദ വോളിയം കറണ്ട് ഡെൻസിറ്റി ഐ ഈസ് ഈക്വൽ ടു പൈ എ സ്ക്വയർ. ഓക്കെ, നൗ അടുത്തത്, സപ്പോസ് ദ കറണ്ട് ഡെൻസിറ്റി ഇൻ ദ വയർ. ഇനി ഇതേ പ്രോബ്ലം തന്നെ, പക്ഷേ അതിൻ്റെ കറണ്ട് ഡെൻസിറ്റി ഇങ്ങനെയാണെന്ന് വിചാരിക്കുക. കറണ്ട് ഡെൻസിറ്റിയാണ് ഗിവൺ ചെയ്യുന്നത്. സപ്പോസ് ദ കറണ്ട് ഡെൻസിറ്റി ഇൻ ദ വയർ ഈസ് പ്രപ്പോർഷണൽ ടു ദ ഡിസ്റ്റൻസ് ഫ്രം ദ ആക്സിസ്. ഓക്കെ, ജെ ഈസ് ഗിവൺ ആസ് ജെ ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു എസ്. ഓക്കെ, എന്ന് വെച്ചാൽ അതിനർത്ഥം എന്താണ്? സപ്പോസ് ഇതാണ് നമ്മുടെ സിലിണ്ടർ എന്ന് വിചാരിക്കുക. നമ്മുടെ ഈ വയറിനെ ഞാൻ ഇങ്ങനെ വെച്ചു എന്ന് വിചാരിക്കുക. അപ്പം സെൻറ്ററിൽ നിന്ന് ജെ, കറണ്ട് ഡെൻസിറ്റി എന്ന് പറയുന്നത് അറ്റ് ദ സെൻറ്റർ എസ് എന്താണ്? ഓക്കെ, വയർ ഈസ് പ്രപ്പോർഷണൽ ഡിസ്റ്റൻസ് ഫ്രം ആക്സിസ്. ഇതാണ് ആക്സിസ് അല്ലേ? ആക്സിസിൽ നിന്നുള്ള ഈ ഡിസ്റ്റൻസിനാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഈ ഓരോ ഡിസ്റ്റൻസിനെയും എസ്, ഇതിനെ ജനറലി എസ് എന്ന് പറയാം. ടോട്ടൽ ഇവിടെ ഈ റേഡിയസ്, ടോട്ടൽ റേഡിയസ് എന്ന് പറയുമ്പം എ എന്ന് തന്നിട്ടുണ്ട്. എസ് എന്ന് പറയുന്നത് ആക്സിസിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ആണ്. അപ്പം ആക്സിസിൽ നിന്നുള്ള ഡിസ്റ്റൻസിന് പ്രപ്പോർഷണലായിട്ടാണ് എന്ത് വരുന്നത്? കറണ്ട് ഡെൻസിറ്റി വരുന്നത്. എന്ന് വെച്ചാൽ സെൻറ്ററിൽ എന്തായിരിക്കും? എസ് 0 ആയിരിക്കും. സെൻറ്ററിൽ ദെയർ ഇസ് നോ കറണ്ട്. ദെൻ ഇങ്ങോട്ട് വരുന്നതനുസരിച്ച് കറണ്ട് ഡെൻസിറ്റി എന്ത് ചെയ്യും? കൂടി വന്ന് എയിൽ വരുമ്പോഴത്തേന് ദാറ്റ് ജെ ഈസ് ഈക്വൽ ടു കെ എന്ന് പറയുന്ന മാക്സിമം വാല്യൂവിലേക്ക് എത്തും. ഓക്കെ, ഇതാണ് ആക്ച്വലി നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലുള്ള ഒരു യൂണിഫോം ആയിട്ടുള്ള കറണ്ട് അല്ല. ഈ ഹോൾ വോളിയത്തിലൂടെയും ഒരു യൂണിഫോം കറണ്ടായിട്ടല്ല ഇത് പോകുന്നത്. ഇത് പോകുന്നത് എങ്ങനെയാണ്? സെയിം എന്താണ്? ഒരു നോൺ യൂണിഫോം ആയിട്ടുള്ള ഇതാണ്. അപ്പോൾ ഈ കേസിൽ ഇപ്പം നമ്മൾ തൊട്ട് മുമ്പുള്ള കേസിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ജെ തന്നിട്ട് എന്താണ് ഒരു യൂണിഫോം കറണ്ട് ഡെൻസിറ്റി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ജെ ഇൻറ്റു പൈ എ സ്ക്വയർ എന്ന് ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് ഐ കിട്ടും. പക്ഷേ ഇവിടെ എന്താണ്? ഇവിടെ നമുക്ക് അത്ര സിമ്പിളായിട്ട് ഐ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല. ഐ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ നേരത്തെ പഠിച്ചൊരു ഇക്വേഷൻ ഉണ്ട്. എന്തായിരുന്നു? ഐ ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ജെ ഡോട്ട് ഡി എ എന്ന് പറയുന്ന ഒരു റിലേഷനുണ്ട്. ഓക്കെ, ഒരു സർഫസ് ഇൻ്റഗ്രലുണ്ട്. ഈ സർഫസ് ഇൻ്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്തേ മതിയാവും. എന്ന് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഡി എ എന്ന് പറയുന്നത് ഈ ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുന്ന, ഓക്കെ, ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? ഞാനതിപ്പോൾ പറയാം. ഞാൻ ഈ പ്രോബ്ലം കഴിഞ്ഞിട്ട് ആ ഡൗട്ട് പറഞ്ഞുതരാം. ഓക്കെ, ഇപ്പോൾ അത് പോട്ടെ, ആ കണ്ടിന്യൂറ്റി അത് പോകും. ഓക്കെ, സോ ഇവിടെ ഒരു സർഫസ് ഇൻ്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യണം. ദാറ്റ് ഈസ് ജെ ഡോട്ട് ഡി എ. അപ്പം ഈ ജെ ഡോട്ട് ഡി എ എന്ന് പറയുന്നത് ഈ ഡി എ എന്ന് പറയുന്ന ഒരു എലമെൻ്റൽ ഏരിയ എടുക്കണം. ഓക്കെ, ആ ഏരിയ ഇൻറ്റു ഓരോ സ്ഥലത്തെയും ജെ ഡിഫറൻ്റ് ആണ് അല്ലേ? എന്ന് വെച്ചാൽ ജെ എന്ന് പറയുന്ന ഒരു കോൺസ്റ്റൻറ്റ് ജെ അല്ല. ഇവിടെ എല്ലായിടത്തും ഒരേ ജെ അല്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ഓരോ സ്ഥലത്തെയും ജെ എന്ന് പറയുന്നത് കെ ഇൻറ്റു അവിടേക്കുള്ള ഡിസ്റ്റൻസ് ആണ്. സോ കെ ഇൻറ്റു എസ് എടുത്ത് ഓരോ സ്ഥലത്തും ചെയ്ത് ഇൻ്റഗ്രേറ്റ് ചെയ്തെടുക്കേണ്ടി വരും. ഓക്കെ, അങ്ങനെ എടുത്തെങ്കിൽ നമുക്ക് ഫൈനലി എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ടോട്ടൽ കറണ്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ഈ സർക്കുലർ ക്രോസ് സെക്ഷനെ നമ്മൾ സൈഡിൽ നിന്ന് നോക്കിയാൽ, അല്ലെങ്കിൽ അതിൻ്റെ ആ സർക്കിൾ ആയിട്ട് കാണുന്ന രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കുമെന്ന് പറയാം. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ സെൻറ്റർ അല്ലെങ്കിൽ ആക്സിസ് പോകുന്നത്. നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവിടെ ഒരു ചെറിയ ഏരിയ എലമെൻ്റ് എടുക്കുന്നു. അപ്പോൾ ഏരിയ എലമെൻറ്റ് ഞാൻ പർപ്പസ്ഫുള്ളി ഇങ്ങനെ ചൂസ് ചെയ്യുന്നതാണ്. എനിക്ക് എങ്ങനെ വേണമെങ്കിലും, ആക്ച്വലി ആർബിട്രറി ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഏരിയ എലമെൻറ്റ് എങ്ങനെ വേണമെങ്കിലും ചൂസ് ചെയ്യാം. എങ്ങനെ ചൂസ് ചെയ്താലും പ്രശ്നമില്ല. അത് എന്ത് ചെയ്തോളും? ജെ ഡോട്ട് ഡി എ ഡോട്ട് പ്രോഡക്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഏരിയ ആയിട്ട് കൺവേർട്ടഡ് ആയിക്കോളും. പക്ഷേ ഇവിടുത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് ചെയ്യാൻ ഈസി ആയിട്ടുള്ള രീതിയിൽ വേണം ചൂസ് ചെയ്യാൻ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതിനെ ഈ രീതിയിൽ ചൂസ് ചെയ്യുന്നു. അപ്പം ഇതാണ് നമ്മുടെ എലമെൻ്റൽ ഏരിയ എന്ന് വിചാരിക്കാം. ഓക്കെ, ഈ ഏരിയ എന്ന് പറയുന്നത് നമ്മുടെ ആ സർക്കിളിൻ്റെ സർഫസിലെ ഒരു ഏരിയ ആണ് അല്ലേ? ഇത് ഇവിടെ ഇങ്ങനെ വരുന്ന ഒരു ഏരിയ ആണ്. ഓക്കെ, ആ ക്രോസ് സെക്ഷനകത്ത് വരുന്ന ഏരിയ. ഓക്കെ, ഇനി ഈ ഏരിയയുടെ ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും? നമുക്കൊരു കാര്യം ചെയ്യാം. ഇതിനൊരു കോർഡിനേറ്റ് സിസ്റ്റം ഡിഫൈൻ ചെയ്യാം. ആക്ച്വലി അത്രയും ആവശ്യമില്ല, ഇല്ലെങ്കിൽ നമുക്ക് ചെയ്യാം. ഈ അപ്വേർഡ് ഡയറക്ഷനെ, സിലിണ്ടറിൻ്റെ അപ്വേർഡ് ഡയറക്ഷനെ ഞാൻ ഇസഡ് എന്ന് വിളിക്കുകയാണ്. ഓക്കെ, ദെൻ അതായത് നമ്മൾ ഉപയോഗിക്കുന്നത് റോ ഫൈ ആൻഡ് അല്ലെങ്കിൽ എസ് ഫൈ ആൻഡ് ഇസഡ് എന്ന് പറയുന്ന സിലിണ്ടറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റം. ഓൾറെഡി ഇതൊരു സിലിണ്ടറാണ്, അപ്പോൾ സിലിണ്ടറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റം മതി. ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എസ് ആണ്. ഓക്കെ, ദെൻ അത് ഇവിടെ ഉണ്ടാക്കുന്ന ആംഗിൾ എന്ന് പറയുന്നത് ഫൈ ആണ്. അപ്പോൾ എസ് ഫൈ ആൻഡ് ഇസഡ് എന്ന് പറയുന്ന കോർഡിനേറ്റ് സിസ്റ്റം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു? ഈ ബേസ് സർഫസിൽ ഒരു ഏരിയ ചൂസ് ചെയ്യുന്നു.
ഈ ഏരിയ, ഈ എലമെൻ്റൽ ഏരിയ എത്ര ഉണ്ടാവും? ഓക്കെ, ആ എലമെൻ്റൽ ഏരിയ എനിക്ക് എന്ത് വിളിക്കാം? DA എന്ന് വിളിക്കാം. അത് നമുക്കൊരു വെക്ടർ ആക്കണം. ആദ്യം അത് ഏരിയ എത്ര ഉണ്ടെന്ന് നോക്കാം. സോ നമുക്കറിയാം ഇത് എന്ന് പറയുന്നത്, ഇതിൻ്റെ ഈ സൈഡ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? എസ്സിലുള്ള സ്മോൾ ചേഞ്ച് ആണ്, ദാറ്റ് ഈസ് DS. ഇനി ഇതെന്തായിരിക്കും? ഇത് മാറുന്നത് ഫൈ മാറുമ്പോഴാണ്. അപ്പോൾ ഫൈ മാറുമ്പോഴുള്ള ഈ ഏരിയ എന്ന് പറയുന്നത് SD5 ആയിരിക്കും. ഓക്കെ, ഈ സൈഡ് എന്താണ്? SD5. ഇത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. സോ ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത് ഒരു സൈഡ് SD5ഉം ഈ സൈഡ് ഒരിക്കലും D5 വരത്തില്ല, കാരണം അത് ജസ്റ്റ് ഒരു ആംഗിൾ മാത്രമാണ്. ഓക്കെ, ആംഗിൾ ഇൻറ്റു ദിസ് റേഡിയസ് ആർക്ക്. ഓക്കെ, അപ്പോൾ ഈ ലെങ്ത് ആവും. ഓക്കെ, ദാറ്റ് ഈസ് ആർക്ക് ഈസ് ഈക്വൽ ടു റേഡിയസ് ഇൻറ്റു ദാറ്റ് ആംഗിൾ എന്ന് പറയുന്ന രീതിയിൽ തന്നെയാണ് ഇത് എഴുതിയിരിക്കുന്നത്. അപ്പം എന്ത് വരും? DS ഇൻറ്റു SD5 എന്ന് പറയുന്നതാണ് എന്ത്? ദാറ്റ് എലമെൻ്റൽ ഏരിയ. ഇനി എലമെൻ്റൽ ഏരിയയുടെ ഡയറക്ഷൻ എങ്ങോട്ട്? അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു? എലമെൻ്റൽ ഏരിയ ഇവിടെയാണ് അസ്യൂം ചെയ്തിരിക്കുന്നത്. ആ എലമെൻ്റൽ ഏരിയയുടെ ഡയറക്ഷൻ നേരെ മുകളിലേക്കെന്ന് അസ്യൂം ചെയ്യുക. അപ്പം ഏരിയയ്ക്ക് എപ്പോഴും പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും. ഓക്കെ, അതായത് ഏരിയ എവിടെയാണോ അതിന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കുമല്ലോ. ഏരിയ ഇങ്ങനെ ഉണ്ടെങ്കിൽ അതിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു യൂണിറ്റ് വെക്ടർ ആയിരിക്കും അതിൻ്റെ ഡയറക്ഷൻ കാണിക്കുന്നത്. അപ്പം ഇത് നമ്മൾ Z ഡയറക്ഷൻ എടുത്തു കഴിഞ്ഞാൽ വി ക്യാൻ ഗിവ് ഇറ്റ് ആസ് Z ക്യാപ്പ്. അപ്പോൾ DA എന്ന് പറയുന്നത് Z ക്യാപ്പാണ്. ഓക്കെ, ഇനി നമുക്ക് ജെയുടെ ഡയറക്ഷൻ നോക്കാം. ഓക്കെ, J എന്ന് പറയുന്നത് J ഈസ് ആക്ച്വലി എ വെക്ടർ ക്വാണ്ടിറ്റി, കറണ്ട് ഡെൻസിറ്റി, ദറ്റ് ഈസ് KS ഇൻറ്റു അതിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടാണ്? അത് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. സിലിണ്ടറിൽ എങ്ങനെയാണ് ഫ്ലോ ചെയ്യുന്നത്? ഇങ്ങനെയാണ് ഫ്ലോ ചെയ്യുന്നത്. ഇത് ആക്ച്വലി ഏത് ഡയറക്ഷനാണ്? നമ്മുടെ Z ഡയറക്ഷൻ തന്നെ അല്ലേ? അപ്പോൾ ജെയുടെ ഡയറക്ഷൻ എന്താണ്? Z ക്യാപ്പിലാണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ എന്ത് ചെയ്യും? J ഡോട്ട് DA കാൽക്കുലേറ്റ് ചെയ്യണം. സോ J ഡോട്ട് DA കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് രണ്ട് പാരലാണ്. അപ്പോൾ ഡോട്ട് പ്രോഡക്റ്റ് കണ്ടുപിടിക്കുന്ന സമയത്ത് എന്താണ്? കോസ് 0 ആവും, ദാറ്റ് മീൻസ് 1 ആവും. അപ്പം നമുക്കത് പ്രശ്നമല്ല. സോ നമുക്ക് എന്ത് കിട്ടും? ഇത് ജസ്റ്റ് പ്രോഡക്റ്റ് എടുത്ത് എഴുതിയാൽ മതി. KS ഇൻറ്റു ഒരു S ഇവിടുന്ന് ഇൻറ്റു DS D5. ഓക്കെ, ഓർ വിച്ച് ഈസ് ഈക്വൽ ടു KS² DS D5. കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ J ഡോട്ട് DA ആയി. ഇനി I കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ ദെൻ I ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ, ഓക്കെ, KS² DS D5 ഓവർ ദാറ്റ് സർഫസ്. ഏത് സർഫസ്? ഇതൊരു സർഫസ് എലമെൻ്റേ ആയിട്ടുള്ളൂ. നമ്മൾ എന്ത് ചെയ്യണം? ഈ ഫുൾ സർഫസും കവർ ചെയ്യണം. ഓക്കെ, അപ്പോൾ ആ സർഫസിൽ നമ്മൾ കവർ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് 0 to Sഉം 0 to 2πയും, കാരണം ഇതിങ്ങനെ ഈ S ഇങ്ങനെ കറങ്ങി വരികയും വേണം, പിന്നെ ഇവിടുന്ന് തീരുകയും വേണം. അപ്പോൾ അത് രണ്ടും കൂടെ ചെയ്യണം എന്നുണ്ടെങ്കിൽ 0 to 2π 0 to S DS D5 എന്ന് പറയുന്നതാണ് ചെയ്യേണ്ടത്. അപ്പോൾ K ഇഞ്ഞ് പുറത്തെടുത്തു കഴിഞ്ഞാൽ ഇത് S² DS എന്ന് പറയുന്നത് S³/3 എന്ന് വരും. ഫ്രം 0 to S D5 എന്ന് പറയുന്നത് 5 ആണ്, ഫ്രം 0 to 2π. സോ വെൻ ഐ ഇൻ്റഗ്രേറ്റ് ഇൻ്റഗ്രേഷൻ കഴിഞ്ഞു. ഇനി അല്ല, 0 to S അല്ല, 0 to A ആണ് അല്ലേ, കാരണം റേഡിയസ് എന്ന് പറയുന്നത് A ആയതുകൊണ്ട്. സോ KA³/3 ഇൻറ്റു 2π ഓർ 2π KA³/3 എന്ന് പറയുന്നതാണ് എന്ത്? അതിൻ്റെ ടോട്ടൽ കറണ്ട് എന്ന് പറയുന്നത്. ഇഫ് ദ കറണ്ട് ഡെൻസിറ്റി ഈസ് KS. ഓക്കെ, ഇത് ക്ലിയർ ആണെന്ന് തോന്നുന്നു. ഓക്കെ, ലാസ്റ്റ് പ്രോബ്ലം. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ നോട്ട് ചെയ്തോ. Suppose that the magnetic field in some region has the form B is equal to KZ into X cap. Okay, where K is a constant. Find the force on a square loop of side A lying in the YZ plane and centered at origin. If it carries a current I flowing counterclockwise, okay, when you look down the x-axis, അത് ഇമ്പോർട്ടൻ്റ് ആണല്ലോ. കറണ്ട് ഫ്ലോ ചെയ്യുന്നത് കൗണ്ടർ ക്ലോക്ക് വൈസോ ക്ലോക്ക് വൈസോ ആക്കാൻ നിങ്ങൾ അപ്പുറത്തും ഇപ്പുറത്തും മാറി നോക്കിയാൽ മതി. ഓക്കെ, ഇത് നിങ്ങൾ സ്ക്രീനിൻ്റെ ബാക്കിൽ പോയി നിന്ന് കഴിഞ്ഞാൽ നേരെ തിരിച്ചാവും എന്ന് പറഞ്ഞ പോലെ, അത്രേ ഉള്ളൂ. വെൻ യു ലുക്ക് ഡൗൺ ദ x-axis. ഓക്കെ, അപ്പോൾ നമുക്കതൊന്ന് നോക്കാം. സപ്പോസ് ദാറ്റ് മാഗ്നറ്റിക് ഫീൽഡ് തന്നിട്ടുണ്ട്, ദാറ്റ് ഈസ് B ഈസ് ഈക്വൽ ടു KZ ഇൻറ്റു
എക്സ് ക്യാപ്പ് എന്നാണ് നമ്മുടെ. അപ്പോൾ നമ്മളൊരു എന്ത് ചെയ്യാണ്, സപ്പോസ് ഇതാണ് എൻ്റെ എക്സ്, ദെൻ ദിസ് ഈസ് വൈ ആൻഡ് ലെറ്റ് ദിസ് ബി ഇസഡ്. ഓക്കെ, അപ്പോൾ ബിയുടെ ഡയറക്ഷൻ ഇതാണ്. ഓക്കെ, ഇതാണല്ലോ വൈ ഇസഡ് പ്ലെയിൻ. ഓക്കെ, ഞാൻ ആദ്യം ഇത് ഇങ്ങനെ വരയ്ക്കാം ജസ്റ്റ്. അപ്പം ഇവിടെ ഇങ്ങനെ ഒരു ആ വൈ ഇസഡ് പ്ലെയിനിൽ നിൽക്കുന്ന രീതിയിൽ ഒരു ക്രോസ് സെക്ഷൻ നിങ്ങൾ മനസ്സിൽ വിചാരിക്കണം. ഓക്കെ ഓക്കെ, അപ്പം ഈ പ്ലെയിൻ, ഈ ലൂപ്പ് ഇരിക്കുന്ന എവിടെയാണ്? വൈ ഇസഡ് പ്ലെയിനിലാണ്. നമ്മളിനി എക്സ് ആക്സിസിൻ്റെ മുകളിൽ വന്നിട്ട് അല്ലേ, എക്സ് ആക്സിസിൽ നിന്ന് നേരെ ഇങ്ങോട്ട് നോക്കിയാൽ നിങ്ങൾ എന്ത് കാണും എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, എക്സ് ആക്സിസിൽ നിന്ന് ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ കാണുന്നത്, ഓക്കെ, വെൻ യു ലുക്ക് ഡൗൺ ദ എക്സ് ആക്സിസ് നമ്മൾ എക്സാക്ട്ലി കാണുന്നത് എന്തായിരിക്കും? ഒരു സ്ക്വയർ ലൂപ്പായിരിക്കും. ഒരു സ്ക്വയറേ കാണുള്ളൂ. ആ സ്ക്വയർ ഉണ്ടാവും. ദെൻ ദെയർ വിൽ ബി എ വൈ ആക്സിസ്. ഓക്കെ, ഇവിടെ നിന്ന് നോക്കുന്നതായിട്ട് അസ്യൂം ചെയ്യാം. ഓക്കെ, അവിടെ ഒരു വൈ ആക്സിസ് ഉണ്ടാവും. ദെൻ ദെയർ വിൽ ബി ആൻ എക്സ് ആക്സിസ്. ഓക്കെ, ഒരു എക്സ് ആക്സിസ് ഉണ്ട്. ഓക്കെ, സോറി, എക്സ് അല്ല, എക്സിൽ നിന്നാണല്ലോ നോക്കുന്നത്. അപ്പം ദെയർ വിൽ ബി ആൻ ഇസഡ് ആക്സിസ്. അപ്പം സോ ഒരു വൈ ആക്സിസും ഒരു ഇസഡ് ആക്സിസും നമ്മുടെ ലൂപ്പ് എന്ന് പറയുന്നത് സെൻറ്റേഡ് അറ്റ് ഓറിജിൻ, അതിൻ്റെ ഒരു സൈഡ് എ ആണ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്കറിയുന്നത്. ഇങ്ങനെ നോക്കുന്ന സമയത്ത് കറണ്ടിൻ്റെ ഡയറക്ഷൻ ആൻറ്റി ക്ലോക്ക് വൈസ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും കറണ്ട് ഫ്ലോ ചെയ്യുക? ഇങ്ങനെയായിരിക്കും ഫ്ലോ ചെയ്യുക. ഓക്കെ, ഇനി ഈ സ്ഥലത്തുള്ള ഫീൽഡിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ബി ഇൻറ്റു കെ ഇസഡ് ഇൻറ്റു എക്സ് ക്യാപ്പ് എന്നാണ്. അപ്പോൾ ഇവിടുത്തെ ഒരു പ്രത്യേകത, ഓക്കെ, ഇവിടുത്തെ ഫീൽഡ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ബി ഈസ് ഈക്വൽ ടു കെ ഇസഡ് ഇൻറ്റു എക്സ് ക്യാപ്പ്. അപ്പം ഒറ്റ നോട്ടിൽ നിന്ന് നോക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നും? ഇറ്റ് ഈസ് അലോങ് ദ ഡയറക്ഷൻ എക്സ് ക്യാപ്പ് എന്ന് തോന്നും. പക്ഷേ ഒന്ന് നോട്ട് ചെയ്താൽ മനസ്സിലാവും, ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ, രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കാം. ഒന്ന്, ഈ ഫീൽഡിൻ്റെ വാല്യൂ എന്തല്ല, ഒരു കോൺസ്റ്റൻറ്റ് ഫീൽഡ് അല്ല. കാരണം കെ കോൺസ്റ്റൻ്റ് ആണ്, പക്ഷേ ഇസഡ് എന്താണ്? വേരിയബിളാണ്. അതായത് നിങ്ങൾ ഈ ഓരോ സ്പേസിൽ ഓരോ പോയിന്റിൽ പോകുമ്പോഴും ഇസഡിൻ്റെ കോർഡിനേറ്റ് മാറുന്നതനുസരിച്ച് എന്ത് സംഭവിക്കും? ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ്, ഇപ്പോൾ ഇസഡിൻ്റെ വാല്യൂ 1 ആണെങ്കിൽ ഇത് കെ എക്സ് ക്യാപ്പാണ്, 2 ആണെങ്കിൽ ഇത് 2k എക്സ് ക്യാപ്പാണ്, ഇങ്ങനെ മാറിക്കൊണ്ട്. ഇനി ഇസഡ്, ഇനി ഡയറക്ഷനും അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? മാറുന്നുണ്ട്. അതെന്തുകൊണ്ടാണ്? ഇസഡ് -2 ആയാൽ ഇതെന്താവും? -x ക്യാപ്പ് ഡയറക്ഷനിലായിട്ട് മാറും. ഓക്കെ, സോ സിംപിളി മനസ്സിലാക്കേണ്ടത് ദിസ് ഈസ് എ നോൺ യൂണിഫോം ഫീൽഡ് എന്നുള്ളതാണ്. നോട്ട് എ യൂണിഫോം ഫീൽഡ്, ഇറ്റ്സ് എ നോൺ യൂണിഫോം ഫീൽഡ്. നമുക്ക് പ്രശ്നമല്ല, നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അങ്ങനെ അല്ലെങ്കിൽ പോലും ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എന്താണ്? ഫൈൻഡ് ദ ഫോഴ്സ് ഓൺ ദ സ്ക്വയർ ലൂപ്പ്. ഓക്കെ, ഇതിൽ ആക്ട് ചെയ്യുന്ന ടോട്ടൽ ഫോഴ്സാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഓരോരുത്തടത്തെയും നോക്കാം. അപ്പോൾ ഞാനിതിനെ മൊത്തത്തിൽ സം എ ബി സി ഡി എന്ന് മാറ്റുന്നു. നിങ്ങൾക്കിത് ഇതിൻ്റെ നമുക്ക് പ്രോപ്പർലി ചെയ്യാം. മീൻസ് എന്താണ്, ഓരോന്നിനും ഓരോ വാല്യൂ കൊടുത്ത് ചെയ്ത് നോക്കാം. സോ എഫ് എ ബി, ഓക്കെ, എഫ് ഈസ് ഈക്വൽ ടു, നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, ഐ ഇൻറ്റു എൽ ക്രോസ് ബി. ഓക്കെ, എന്ന് പറയുന്ന ഒരു എക്സ്പ്രഷൻ നമ്മൾ കണ്ടുപിടിച്ചിരുന്നു. ഒരു ഐ കറണ്ട് ഒരു ലൈനിലൂടെ ഫ്ലോ ചെയ്യുന്നു ആൻഡ് ഇറ്റ് ഈസ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ് ബി. ഓക്കെ, നമ്മുടെ ബി ഐ എൽ എന്ന് പറയുന്നത് പെർപെൻഡിക്കുലർ ആണെങ്കിൽ ഇത് ബി ഐ എൽ ആയിട്ട് മാറും. ഓക്കെ, ഐ ഇൻറ്റു എൽ ക്രോസ് ബി എന്ന് പറയുന്ന ഇക്വേഷനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇത് നമ്മൾ എന്ത് ചെയ്യണം? ഓരോ സൈഡിലും അപ്ലൈ ചെയ്യണം. അപ്പോൾ ആദ്യം നമുക്കത് എഫ് എ ബിയിൽ അപ്ലൈ ചെയ്യാം. സോ എഫ് എ ബിയിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് കറണ്ട് ഐ ആണ് ഫ്ലോ ചെയ്യുന്നത്, അത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. സോ ഐ ഇൻറ്റു അവിടുത്തെ എൽ വെക്റ്റർ എന്താണ്? സോ ദ എൽ വെക്റ്റർ ഈസ്, ഓക്കെ, അത് എഴുതിയിട്ട് നമുക്ക് പോകാം. സോ എ ബി എടുക്കുമ്പോൾ എൽ വെക്റ്റർ എന്ന് പറയുന്നത്, എൽ എന്താണ്? ഇതാണ് നമ്മുടെ ലൈൻ. ഓക്കെ, അപ്പം ഈ ലൈൻ ഒരേ ഡയറക്ഷനിൽ തന്നെയാണ് പോകുന്നത്, അതുകൊണ്ട് നമ്മൾ ഇൻ്റഗ്രേഷൻ്റെ ഒന്നും ആവശ്യം ഇവിടെ വരത്തില്ല. സോ ദിസ് ഈസ് ദ, ഇല്ലെങ്കിൽ നമ്മൾ ഡി എൽ ക്രോസ് ബി എടുത്തിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഡയറക്ഷൻ എന്ന് പറയുന്നത്. അപ്പം ഡയറക്ഷൻ എങ്ങോട്ടാണ്? ഇറ്റ് ഈസ് അലോങ് വൈ ക്യാപ്പ്. അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എ ആണ്, എ ഇൻറ്റു വൈ ക്യാപ്പ്. ഓക്കെ, ഇനി ബി എന്താണ്? ദാറ്റ് ബി ഈസ് ഈക്വൽ ടു എ ഇൻറ്റു എ ഇൻ ബി അല്ല സോറി എ ഈസ് ഈക്വൽ ടു ബി ഈസ് ഈക്വൽ ടു കെ ഇസഡ് ഇൻറ്റു എക്സ് ക്യാപ്പാണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് അവിടുത്തെ ഇസഡിൻ്റെ വാല്യൂ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും അല്ലേ? എങ്ങനെയാണ്?
ഇവിടെ നോക്കുമ്പോൾ ഇസഡ് എന്ന് പറയുന്നത് ഒന്ന് ചിന്തിച്ച് നോക്കി, ഇസഡ് ഇത് ഈ പ്ലെയിൻ അല്ലേ, അപ്പോൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇത് മൈനസ് ഇസഡ് ഡയറക്ഷനാണല്ലോ. ഓക്കെ, ഇത് ടോട്ടലി എ ആണ്, ഈ സൈഡും എ ആണ്. അപ്പം ഈ ഡിസ്റ്റൻസ് എന്താണ്? a/2. അതേപോലെ താഴേക്കും എന്താണ്? a/2. സോ ഈ കോർഡിനേറ്റ്, ഈ പോയിൻറ്റിൻ്റെ അല്ലെങ്കിൽ ഈ ലൈൻ, ഈ AB എന്ന് പറയുന്ന ലൈനിനകത്തെ ഇസഡ് കോർഡിനേറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? എപ്പോഴും മൈനസ് a/2 ആയിരിക്കും. കാരണം ഇസഡ് ആക്സിസ് മേളിലേക്കല്ല, മൈനസ് ഇസഡ് ഡയറക്ഷനിലാണ്. സോ ഇവിടുത്തെ ഈ വാല്യൂ എന്ന് പറയുന്നത് ഈ ലൈനിനകത്ത് ഇതിൻ്റെ കോർഡിനേറ്റ് എക്സാക്ട്ലി എഴുതിയാൽ എന്ത് വരും? 0. ഈ ലൈനിൻ്റെ കോർഡിനേറ്റ്സ് എഴുതി കഴിഞ്ഞാൽ 0, ദെൻ സം y ആണ് വേരി ചെയ്യുന്നത്, ദെൻ മൈനസ് a/2. ഓക്കെ, അതിനെ ഞാൻ വേരിയബിൾ ആയിട്ട് ഇട്ടെന്നുള്ളൂ. സോ 0 y മൈനസ് a/2. അപ്പം ഇവിടുത്തെ ഇസഡ് കോർഡിനേറ്റ്, ഈ ലൈനിൻ്റെ ഇസഡ് കോർഡിനേറ്റ് എന്ന് പറയുന്നത് മൈനസ് a/2 ആണ്. ആ വാല്യൂ ഞാൻ ഇവിടെ കൊടുക്കണം. സോ k ഇൻറ്റു മൈനസ് a/2 ഇൻറ്റു എക്സ് ക്യാപ്പ് എന്ന് വരും, ഓർ ka/2 ഇൻറ്റു മൈനസ് എക്സ് ക്യാപ്പ് എന്ന് പറയുന്നതാണ് ബി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്തായി? L ആയി, B ആയി. ഓക്കെ, ഇനി എന്ത് ചെയ്യുക? നമുക്ക് വാല്യൂ കണ്ടുപിടിക്കാം. F is equal to I ഇൻറ്റു L ക്രോസ് B, which is equal to I ഇൻറ്റു, നമുക്ക് എല്ലിൻ്റെ കേസിൽ ഡയറക്ഷൻ മതി, സോ ആ എ ഇങ്ങനെ പുറത്തെടുത്തു, ദെൻ ഇൻറ്റു വൈ ക്യാപ്പ് ക്രോസ്. ഓക്കെ, അടുത്ത് ഈ ഓർഡർ തെറ്റിപ്പോരുത്. എ ക്രോസ് ബിയും ബി ക്രോസ് എയും ഡിഫറൻ്റ് ആണ്, അതുകൊണ്ട് നമ്മൾ എൽ ക്രോസ് ബി എടുക്കുമ്പോൾ അതേ ഓർഡറിൽ തന്നെ എടുക്കണം. ദാറ്റ് ഈസ് ka/2, അത് മാഗ്നിറ്റ്യൂഡ് ആ മൈനസും കൂടെ ചേർത്ത് വേണമെങ്കിൽ പുറത്തെടുക്കാം, ഇൻറ്റു എക്സ് ക്യാപ്പ് ഇൻറ്റു ka/2. ഓക്കെ, സോ ദിസ് ഈസ് വൈ ക്യാപ്പ് ക്രോസ് എക്സ് ക്യാപ്പ് വിത്ത് എ മൈനസ് സൈൻ പുറത്തുണ്ട്. ഓക്കെ, അപ്പോൾ അതെന്താണ്? മൈനസ് ഇസഡ് ക്യാപ്പ് എന്ന് വരും. മൈനസ് ഇസഡ് ക്യാപ്പും ഇതും കൂടെ ചേർന്നിട്ട് പ്ലസ് ഇസഡ് ക്യാപ്പ് ആവും. ഇനി അതിൻ്റെ ബാക്കി എന്തുണ്ട്? I ഇൻറ്റു ka² എന്ന് വരും. ഓക്കെ, ബൈ 2. സോ I ka² ഇൻറ്റു ഇസഡ് ക്യാപ്പാണ് FAB. ഓക്കെ, ഇനി അടുത്ത എലമെൻറ്റ് നിങ്ങൾ ചെയ്യാം. സോ നെക്സ്റ്റ് എലമെൻറ്റ് ലെറ്റ് ഇറ്റ് ബി, അടുത്തത് AB കഴിഞ്ഞിട്ട് FBC കാൽക്കുലേറ്റ് ചെയ്യണം. FBC. ഓക്കെ, FBC കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഒറ്റ സ്റ്റെപ്പിൽ അവിടെ ഒരു 1-2 പ്രശ്നമുണ്ട്. കാരണം നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്ത് ചെയ്യേണ്ടി വരും. പക്ഷേ അത് നമുക്ക് വേറൊരു രീതിയിൽ ചെയ്യാം. ഓക്കെ, FBC എങ്ങനെയാണെന്ന് വെച്ചാൽ, FBC നമ്മളൊരു നടുക്കൊരു പോയിൻ്റ് സം E എന്ന് പറയുന്നൊരു പോയിൻ്റ് കൊടുക്കാം. ഓക്കെ, ഈ BC കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇതിൻ്റെ ഇടയ്ക്ക് എന്ത് ചെയ്യുന്നു? ഒരു പോയിൻ്റ് ഇവിടെ കൊടുക്കുന്നു. അപ്പോൾ പോയിൻ്റ് കൊടുക്കുന്ന സമയത്ത് ഇവിടുത്തെ ടോട്ടൽ ഫോഴ്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഈ BC എന്ന് പറയുന്ന ലൈനിലെ ടോട്ടൽ ഫോഴ്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? FBE പ്ലസ് FEC എന്ന് പറയുന്നത് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. ദിസ് വിൽ ഗിവ് യു ദ ടോട്ടൽ ഫോഴ്സ്. അപ്പം FBE കാൽക്കുലേറ്റ്, ഞാനത് ആക്ച്വലായിട്ട് ചെയ്യുന്നില്ല. ഓക്കെ, നമുക്കത് കാരണം അതിനൊരു കാര്യമുണ്ട്, നോക്കാം നമുക്ക്. ഓക്കെ, സോ ദാറ്റ് FBE ഈസ് ഈക്വൽ ടു എന്ത് വരും? ഇവിടെ നോക്കുക, ഡയറക്ഷൻസ് മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ. I ഉണ്ട്, ദെൻ L ക്രോസ് B കാൽക്കുലേറ്റ് ചെയ്യുക. L എങ്ങോട്ടാണ്? L ഈസ് എലോങ് ഇസഡ് ക്യാപ്പ് ഡയറക്ഷനിലാണ് അല്ലേ? L ഈസ് എലോങ് ഇസഡ് ക്യാപ്പ്. ഓക്കെ, അപ്പം L വരുന്നത് ഇസഡ് ക്യാപ്പ് ഡയറക്ഷനിലാണ്. നൗ സോ ഇസഡ് ക്യാപ്പ് ക്രോസ്, അതായത് ഇവിടുത്തെ എല്ലിൻ്റെ ഡയറക്ഷൻ നേരെ മുകളിലേക്കാണ്. സോ ദാറ്റ് ഈസ് എലോങ് ഇസഡ് ക്യാപ്പ്. ഇനി അടുത്ത B വരുന്നത്, B ഈസ് ഈക്വൽ ടു താഴത്തെ പോർഷനാണ്. അപ്പോൾ അതെങ്ങോട്ട് വരും? മൈനസ് ഇസഡ് ക്യാപ്പ്, സോറി മൈനസ് എക്സ് ക്യാപ്പ് ഡയറക്ഷനിലായിരിക്കും വരിക അല്ലേ? സോ എന്ന് വെച്ചാൽ ഇവിടെ എന്താണ്? നെഗറ്റീവ് ഇസഡ് ആക്സിസ് ആണ്. അപ്പം മൈനസ് എക്സ് ക്യാപ്പ് ആയിരിക്കും ഡയറക്ഷൻ. ഓക്കെ, KZ ഇൻറ്റു മൈനസ് എക്സ് ക്യാപ്പ് എന്ന് തന്നെ എഴുതണം. ഞാൻ അതിനകത്ത് ആ മൈനസ് KZ അങ്ങ് മാറ്റി വെച്ചിട്ട് എന്ത് ചെയ്യുന്നു? മൈനസ് എക്സ് ക്യാപ്പ് എന്നുള്ള ഡയറക്ഷൻ മാത്രം കൊടുക്കുന്നു. അപ്പോൾ ഇതെന്താവും? ഇസഡ് ക്രോസ് എക്സ് എന്ന് പറയുന്നത് എന്താണ്? വൈ ക്യാപ്പാണ് വിത്ത് എ മൈനസ് സൈൻ, ദാറ്റ് ഈസ് മൈനസ് വൈ ക്യാപ്പ് എന്ന് എനിക്ക് എന്ത് കിട്ടി? BE ഇൻറ്റു സം വാല്യൂ. ഓക്കെ, ഇനി ഇതേപോലെ ഞാൻ EC എന്ന് പറയുന്ന റീജിയൻ കാൽക്കുലേറ്റ് ചെയ്യാണ്. FEC കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴും ലൈൻ എലമെൻറ്റിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ദാറ്റ് ഈസ് ഇസഡ് ക്യാപ്പ് ക്രോസ്, ദെൻ അവിടുത്തെ
ഫീൽഡിൻ്റെ ഡയറക്ഷൻ എന്താവും? അവിടുത്തെ ബിയുടെ ഡയറക്ഷൻ എന്ന് പറയുന്നത് പോസിറ്റീവ് എക്സ് ക്യാപ്പ് ആവും. കാരണം ഇസഡിൻ്റെ വാല്യൂ എന്തായി? യെസ്, ഇസഡിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് പോസിറ്റീവ് ആയതുകൊണ്ട്. സോ ഇൻറ്റു എക്സ് ക്യാപ്പ്, സോ ഇറ്റ് ബിക്കംസ് ഇസഡ് ക്രോസ് എക്സ്, ദാറ്റ് ഈസ് വൈ ക്യാപ്പ്. ഓക്കെ, ആൻഡ് ഇവിടെ നോക്കുമ്പോൾ ഈ ബിയും ഇ സിയും കൂടെ നിങ്ങൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ, ഓക്കെ, ഇത് മൈനസ് വൈ ക്യാപ്പ് ഡയറക്ഷൻ. ബാക്കിയെല്ലാം സെയിം ആണ്. ബാക്കിയെല്ലാം സെയിം ആണെന്ന് പറഞ്ഞാൽ നമുക്കൊരു ഇൻ്റഗ്രലിൻ്റെ ഫോമിലേക്ക് ഇതിനെ മാറ്റിയാൽ പോലും ഇവിടുത്തെ ലെങ്ത് എന്ന് പറയുന്നത് a/2 ആണ്. ഈ ലെങ്ത് എന്ന് പറയുന്നത് a/2 ആണ്. ഫ്ലോ ചെയ്യുന്ന കറണ്ട് I ആണ്. ഓക്കെ, ദെൻ ടോട്ടൽ ഫോഴ്സ് എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരിടത്തെ ഫോഴ്സ് എന്ന് പറയുന്നത് എങ്ങനെ വരും? അതായത് FBE എന്ന് പറയുന്ന സ്ഥലത്ത് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് വിൽ ബി മൈനസ് വൈ ക്യാപ്പ് എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ടായിരിക്കും ഉണ്ടാവുക. ഓക്കെ, പക്ഷേ ഇങ്ങോട്ടാണെങ്കിലും എല്ലായിടത്തും ഒരുപോലെ ആയിരിക്കില്ല. അതേപോലെ ഇപ്പുറത്തും എന്തായിരിക്കും? ഇങ്ങനെ സിമെട്രിക്കലി. ഓക്കെ, ഇസഡ് കൂടുന്നതനുസരിച്ച് അതിൻ്റെ വാല്യൂ കൂടും. ഇങ്ങനെയായിരിക്കും ഫോഴ്സ് ആക്ട് ചെയ്യുക. സോ ഇതിൻ്റെ ടോട്ടൽ ഫോഴ്സ് എന്തായിട്ട് മാറും? ദാറ്റ് ബിക്കംസ് 0. ഓക്കെ, അതായത് ഈ സൈഡ് കാരണമുള്ള ഫോഴ്സ് ഇറ്റ് സെൽഫ് ക്യാൻസൽഡ് ആയി പോവും. ദെൻ അതേപോലെ ഇവിടെയും നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെയും രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് ചെയ്ത് നോക്കുമ്പം ഇവിടുത്തെയും ഫോഴ്സ് എന്താവും? 0. ഓക്കെ, അതായത് ഈ സൈഡിലേതുമായിട്ടുള്ള ഫോഴ്സ് രണ്ടും 0 ആയിട്ട് മാറും. ഓക്കെ, ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതൊരു ലൈൻ എലമെൻ്റ് ആയിട്ട് എടുത്തൊന്ന് ചെയ്ത് നോക്കൂ. അടുത്ത ദിവസം ഗ്രൂപ്പിലിടാം. ഓക്കെ, ഗ്രൂപ്പിൽ ആരെങ്കിലും ചെയ്തിട്ടാൽ മതി, നമുക്കത് നോക്കാം. ഓക്കെ, അപ്പോൾ ഇത് എക്സാക്ട്ലി ആ ഫോഴ്സിൻ്റെ വാല്യൂ ഇൻ്റഗ്രേറ്റ് ചെയ്ത് 0യിലേക്ക് പോകും. കാരണം വേറൊരു രീതി നോക്കിയാലും ഇസഡിലാണ് ഇൻ്റഗ്രേഷൻ വരിക. ഇസഡിൽ ഇൻ്റഗ്രേഷൻ വരുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, -a/2 ടു +a/2 ഇൻ്റഗ്രേഷൻ വരും. അത് ഓട്ടോമാറ്റിക്കലി എന്തായിട്ട് മാറും? 0 ആയിട്ട് പോകാനാണ് സാധ്യത. ഓക്കെ, ഇസഡും ആണ് കിടക്കുന്നത്. ഓക്കെ, അപ്പോൾ സോ ദാറ്റ്സ് ഇറ്റ്. അങ്ങനെ നമുക്ക് 0 ആക്കാൻ പറ്റും. ഇനി നമുക്ക് ബോട്ടം സൈഡ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഇനി ടോപ്പ് സൈഡും കൂടെ നോക്കാം. ദാറ്റ് ഈസ് CD എന്ന് പറയുന്ന ഡയറക്ഷൻ. സോ CD എന്ന് പറയുന്ന ഡയറക്ഷനിൽ L എന്ന് പറയുന്നത് എങ്ങോട്ടാണ്? ടുവേർഡ്സ് ദ ലെഫ്റ്റ് സൈഡ്. ദാറ്റ് ഈസ് മൈനസ് വൈ ക്യാപ്പ്, A ഇൻറ്റു മൈനസ് വൈ ക്യാപ്പ്. ഓക്കെ, ദെൻ B എന്ന് പറയുന്നത് അവിടെ പോസിറ്റീവാണ്. ദാറ്റ് ഈസ് K ഇൻറ്റു a/2 ഇൻറ്റു എക്സ് ക്യാപ്പാണ്. ഓക്കെ, ഇനി FCD ഈസ് ഈക്വൽ ടു എന്താണ് അതിൻ്റെ വാല്യൂ? I ഇൻറ്റു L ക്രോസ് B വിച്ച് ഈസ് ഈക്വൽ ടു I ഇൻറ്റു L എന്ന് പറയുന്നത് A ആണ്. ദെൻ K/2 ഉണ്ട്. ദാറ്റ് ഈസ് IA² K/2. അതെല്ലാം ഇനി പുറത്തെടുത്തു. ദെൻ ബ്രാക്കറ്റിനകത്ത് മൈനസ് വൈ ക്യാപ്പ് ക്രോസ് എക്സ് ക്യാപ്പ്. ഓക്കെ, yes, this is equal to IKA²/2 into y cross x is minus z cap into minus, that is plus z cap. Okay, so the FABയും FCDയും ഒരേ ഡയറക്ഷനിലാണ്. സോ ഫൈനലി വാട്ട് വി ഗെറ്റ് ഈസ് ഇതുപോലൊരു പ്രോബ്ലം നമ്മളിതിൻ്റെ വേറൊരു ചെറുത് ചെയ്തിരുന്നു. ഓക്കെ, ദാറ്റ് ഈസ് F total is equal to രണ്ടും ഒരേ വാല്യൂ ആണ്. ദാറ്റ് ഈസ് IKA² along z cap. രണ്ടും ഹാഫ് ആണല്ലോ ഉള്ളത്. സോ ദിസ് ഈസ് ദ നെറ്റ് ഫോഴ്സ് ആക്ടിങ് ഓൺ ദാറ്റ് സ്ക്വയർ ലൂപ്പ്. ഓക്കെ, ഇവിടുത്തെ പ്രത്യേകത, അപ്പം നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കുക, ഇതൊരു കോൺസ്റ്റൻറ്റ് ഫീൽഡ് B ആയിരുന്നു എന്നുണ്ടെങ്കിൽ, ഓക്കെ, യൂണിഫോം ഫീൽഡ് ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഇവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സും ഇവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സും ഈ 4 ആമിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സും കൂടെ 0 ആയി പോയിന്. പക്ഷേ ഇവിടെ ഇസഡിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ഫോഴ്സ് ആയതുകൊണ്ടാണ് ഇതെന്ത് ചെയ്യുന്നത്, ഒരു നെറ്റ് എഫക്റ്റ് ഉള്ളത്. ഓക്കെ, ഇല്ലെങ്കിൽ അത് ക്യാൻസലായി പോയി, സിമെട്രിക്കലി ആണ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ അത് 0 ആയി പോയി. ഇതുപോലെ നമ്മളൊരു പ്രോബ്ലം ചെയ്തിരുന്നു. ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഒരു ഇത്രയും റീജിയനിലുണ്ട്. ആ റീജിയനിൽ ഒരു ലൂപ്പ് വെച്ചിട്ടുണ്ട്. അവിടെ ഒരു കോൺസ്റ്റൻറ്റ് മാഗ്നറ്റിക് ഫീൽഡായിരുന്നു, ഓർമ്മയുണ്ടോ? അതായത് നമ്മുടെ മാഗ്നറ്റിക് ലെവിറ്റേഷൻ പറയുന്നത്. അവിടെ നമ്മൾ ആ ലൂപ്പിനെ വെച്ചത് കംപ്ലീറ്റ്ലി ഇതിനകത്ത് വെച്ചില്ല. ഓക്കെ, ഒരു പാർഷ്യലി മാത്രം വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതിനകത്തുള്ള കറണ്ട് ഇൻക്രീസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് വേരി ചെയ്തിട്ടോ ഇതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, റൈസ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ അന്ന് ചെയ്തിരുന്നു മാഗ്നറ്റിക് ലെവിറ്റേഷൻ പറഞ്ഞ സമയത്ത്.